सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 23-ാമത്തെ പദ്യം മുതൽ വായിച്ചു തുടങ്ങാം. മലയാളം പുസ്തകത്തിലെ 100-ാമത്തെ പേജാണ്. പിറവാത യോനി പിറന്ത് പിറന്തെല്ലാം അറിവാനാൽ ഞാൻ ആരൻ്റെ അറിയാ അറിവൈ അറിந்து மீனண்ட வழி பரிந்திர் குஞ்சாய் பிறந்தவர்கள் ஏன் பார்ப்பாർ പിൻ. പിറവാത യോനി പിറന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനിച്ചിരിക്കുന്നതല്ലാത്ത യോനികളിൽ ജനിച്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലാത്ത പക്ഷി, മൃഗം, കൃമി, കീടം, വൃക്ഷങ്ങൾ തുടങ്ങിയ ജന്മങ്ങളിലൊക്കെ പിറന്ത് ജനിച്ച്, മനുഷ്യേതര യോനികളിൽ ജനിച്ച് പിറന്ത് എല്ലാം അറിവാൽ പിന്നീട് ഇപ്പോൾ ഒരു മനുഷ്യജന്മം കിട്ടിയിരിക്കുകയാണ്. അനേകം ജന്മങ്ങളുടെ ഒടുവിലാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. കിട്ടിയത് കൊണ്ട് നമുക്കതിൻ്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. അകലിലുള്ളത്, നമുക്ക് അപ്രാപ്യമായത് എപ്പോഴും നമ്മെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ആകർഷകമായി തോന്നും. കിട്ടിയത് അതിൻ്റെ മഹത്വത്തെ നാം വില കുറച്ച് കാണുകയും ചെയ്യും. ഇത് മനുഷ്യ സ്വഭാവമാണ്. പിറവാത യോനി പിറന്ത് എത്രയോ മനുഷ്യേതര യോനികളിൽ ജനിച്ച് ഇപ്പോൾ ഒരു മനുഷ്യജന്മം നേടി, മനുഷ്യജന്മം കിട്ടി. എല്ലാം അറിവാൽ ഞാൻ എൻ്റെ അറിയാ അറിവൈ. ഈ ഓരോ ജന്മത്തിലും ഓരോ ശരീരങ്ങളിലും ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്നതാരാ? ഒരൊറ്റ ഞാൻ. ഒരു ജീവൻ എത്ര ശരീരങ്ങൾ സ്വീകരിച്ച് ഉപേക്ഷിച്ചാലും ആ ജീവൻ ഒന്നാണ്. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം സംഭരിക്കപ്പെടുന്നത്, ശേഖരിക്കപ്പെടുന്നത് ജീവന്റെ മനസ്സിലോ അല്ലെങ്കിൽ ബുദ്ധിയിലോ ആണ്. അപ്പോൾ ഇതുവരെയുള്ള പൂർവ്വജന്മങ്ങളിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്ന് ഒരു യോഗിക്ക് വിചാരിച്ചാൽ അനായാസം അദ്ദേഹത്തിന് അതറിയാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് വിശേഷമൊന്നുമില്ല. എന്താ വിശേഷം? ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജന്മമോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു 10 ജന്മങ്ങളെയോ കുറിച്ച് അറിവുണ്ടായി എന്ന് വിചാരിക്കുക. ഒരു ഗുണവുമില്ല, ദുഃഖം കൂടുതലാവും. കാരണം അവിടെയും ബന്ധങ്ങളുണ്ട്, അവിടെയും വാങ്ങിച്ചിട്ട നിലവും പുരയിടവും ഒക്കെ കാണും. അതൊക്കെ ഇപ്പോഴും എൻ്റെതാണ് എന്നൊക്കെ ചിന്തിക്കാൻ തോന്നും. അതുകൊണ്ട് ഒരു ജന്മത്തിലുള്ള ബന്ധങ്ങളും അഹന്ത മമതകളും തന്നെ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇനി കഴിഞ്ഞ ജന്മങ്ങളുടെ കാര്യവും കൂടെ നമുക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ജീവിതം നരകതുല്യമായി തീരും. അതുകൊണ്ട് ഈശ്വരൻ അനുകമ്പയോടുകൂടി പൂർവ്വജന്മ സ്മൃതിയൊക്കെ തുടച്ചു നീക്കിയിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. ഗർഭത്തിൽ വെച്ച് പോലും പൂർവ്വജന്മ സ്മരണ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ പ്രസവത്തിലൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ആ പഴയ കാര്യങ്ങളെല്ലാം മായ്ച്ചു കളയും. ഒരു വൃത്തിയായ സ്ലേറ്റോട് കൂടിയാണ് ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ജനിക്കുന്നത്. അതൊന്നും നഷ്ടമായിട്ടില്ല, വേണമെങ്കിൽ അതൊക്കെ റിക്കവർ ചെയ്യാം. അതാണ് മാഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ തുടച്ചു നീക്കി, നമുക്കറിയാൻ പറ്റാത്ത തലത്തിൽ അവ ആണ്ടുപോയി. യോഗത്തിലൂടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതിലൂടെ ആ പഴയതൊക്കെ തിരിച്ചെടുക്കാനും കഴിയും. പക്ഷെ അതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല. അടുത്ത ജന്മത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടിയത് കൊണ്ട് പ്രയോജനമില്ല. തമിഴ്നാട്ടിൽ പല ക്ഷേത്രങ്ങളും ഉണ്ട്. അവിടെ ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ജാതകം എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. നമ്മുടെ പേരും എന്തോ നാളോ അച്ഛൻ്റെയോ അമ്മയുടെ പേര് അങ്ങനെ എന്തോ 1-2 ഡീറ്റെയിൽസ് പല അമ്പലങ്ങളിലും ഉണ്ട്. ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല. അപ്പോൾ നമ്മുടെ പൂർവ്വജന്മം എന്തായിരുന്നെന്നും അടുത്തത് എവിടെയാണ് ജനിക്കാൻ പോകുന്നതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. നല്ലത് തന്നെ. ആ ജന്മത്തിൽ നമുക്ക് മാറ്റം എന്തെങ്കിലും വരുത്താൻ പറ്റുമോ? കഴിഞ്ഞത് കഴിഞ്ഞു പോയി. അവിടെ ചെന്ന് അതിനെ ഒന്നും
നേരെയാക്കാൻ നമുക്ക് സാധ്യമല്ല. വരാൻ പോകുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും സാധ്യമല്ല. അത് നടന്നേ തീരൂ. ഈ നടന്നേ തീരൂ എന്നുള്ള കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് ഒരു അറിവ് നേരത്തെ കിട്ടിയത് കൊണ്ട് എന്താ വിശേഷം, അടുത്ത ജന്മത്തിൽ ഒരു മുടന്തനായിട്ടാണ് ജനിക്കാൻ ഉള്ള യോഗം, അല്ലെങ്കിൽ അന്ധനായിട്ട് ജനിക്കാനാണ് യോഗം. ആ ഇൻഫർമേഷൻ, ആ സൂചന, ആ വിവരം ഇപ്പോഴേ കിട്ടിയെന്ന് വിചാരിക്കുക, ഇപ്പോഴേ ദുഃഖിച്ചു തുടങ്ങാം. അല്ലാതെ വേറെന്താ വിശേഷം? അത് നല്ല ജന്മമാണെങ്കിൽ അല്പം സന്തോഷവും ഉണ്ടാവും. ഇവിടെ നല്ല ജന്മമൊന്നുമില്ല, അവിടെ എല്ലാ ജന്മങ്ങളും ദുഃഖമാണ്. അപ്പോൾ വേണ്ടാത്ത അറിവുകൾ അറിയാൻ മനുഷ്യൻ ശ്രമിക്കരുത്. നമുക്ക് എന്താവശ്യമുണ്ടോ അത് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഈ ഇന്റർനെറ്റിലൊക്കെ കയറി ബ്രൗസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ വിഡിത്തമാണ്. ചുമ്മാ ലിങ്ക് കൊടുത്ത് ആ സൈറ്റ്, അവിടുന്ന് വേറൊരു സൈറ്റ്, അവിടുന്ന് വേറൊരു സൈറ്റ്, പിന്നെ ഒന്ന് വാട്സപ്പ്, ആവശ്യമുള്ളത് ഇല്ലാത്തതുമായ ചപ്പ് ചവറുകൾ മുഴുവൻ ഓരോരുത്തന്മാര് നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരും. എനിക്ക് മനസ്സിലായിട്ടില്ല, അതിൽ 1-2 പ്രയോജനമുള്ളതായിരിക്കും, മിക്കവാറും ഒക്കെ ചപ്പ് ചവറുകളായിരിക്കും. ഇതെന്തിനത്? അത് വായിച്ച് അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്ക് അത് അവരുമായിട്ട് പങ്കുവെച്ച് ഇത് ആർക്ക് പുണ്യം, ഇത് എന്ത് പുരുഷാർത്ഥം, മോക്ഷം വല്ലതും കിട്ടുമോ ഇതുകൊണ്ട്? എല്ലാവരും ഇത് ഞെക്കിക്കൊണ്ട് ഞാൻ എവിടെ പോയാലും ഞാൻ ഇതാണ് നോക്കുന്നത്. ഇടയ്ക്ക് തിരുനെൽവേലിയിൽ ഒരു മഹാരുദ്ര ജപം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് പേര് പോയിരുന്നു. അവിടുത്തെ പുരോഹിതനുണ്ടല്ലോ, ജപിച്ചോണ്ട് ഇത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പ്. ഇവിടെ ഒരു 2 മണിക്കൂർ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കുകയോ ചെയ്തൂടെ? അതിൻ്റെ ഇടയ്ക്ക് ഫോണും സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കോള്. കാരണം കസ്റ്റമേഴ്സാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ചിക്കിലി കിട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ അവർക്ക് ഇതില്ലാതെ പറ്റില്ല എന്നൊരു ഗതിയായിട്ടുണ്ട്. വാസ്തവത്തിൽ സങ്കടമാണ് തോന്നുന്നത്. എല്ലാവരും വെച്ചിട്ടുണ്ട്. എന്നെ പോലെ കുറെ മണ്ടന്മാർ മാത്രമേ ഉള്ളൂ ഈ സാധനം കയ്യിൽ കൊണ്ട് നടക്കാത്തവർ. ബാക്കിയുള്ളവർ ഇതെന്തെന്ന് പറഞ്ഞാൽ എന്തറിയാമോ? നമ്മുടെ ഉപയോഗത്തിനാണ്, മൊബൈലിനാണ് വയ്പ്, നമ്മുടെ ഉപയോഗത്തിനല്ല, മറ്റുള്ളവർക്ക് നമ്മ വിളിക്കാനാണ്. അതാണ് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം. അപ്പൊ നമ്മൾ ബാക്കിയുള്ളവന്റെ കക്ഷത്തിനിടയ്ക്ക് തല കൊണ്ട് വെക്കുന്നത് പോലെയാണ്, നമ്മുടെ സ്വാതന്ത്ര്യം പോകും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ ലോകത്തെ ഇപ്പോ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മായയാണ് മൊബൈൽ ഫോൺ. മായയുടെ ഏറ്റവും പ്രകടമായ രൂപമാണ് മൊബൈൽ ഫോൺ. കാരണം കൂടെ കൊണ്ടു നടക്കുകയില്ലേ, ശരീര അവയവം പോലെ കൊണ്ടു നടക്കുകയാണ്. അത് ഒരു ദിവസം ചെലച്ചില്ലെങ്കിൽ അപ്പോഴും ആധിയാണ്, അർദ്ധരാത്രിക്ക് ചെലച്ചാൽ അപ്പോഴും ഭയമാണ്. എവിടുന്ന് എന്ത് ദുഃഖ സമാചാരമാണോ വരുന്നത്? മറ്റേതാണെങ്കിൽ ലാൻഡ് ലൈൻ ആണെങ്കിൽ അതെടുത്ത് വെക്കാം, ഇത് ഓഫ് ചെയ്യാം. ലാൻഡ് ലൈൻ ആണെങ്കിൽ റിസീവർ എടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചാൽ മതി. ഇതും നമുക്ക് സൈലന്റ് മോഡോ അങ്ങനെയൊക്കെ ഇടാം. പക്ഷെ അതൊന്നും ഇടാൻ തോന്നൂല്ല നമുക്ക്. ഓണായിട്ടിരിക്കട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം തോന്നി നമ്മൾ വിളിക്കേണ്ടി വന്നാലോ, ഇതാണ് വിചാരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവന്റെ ആവശ്യത്തിനല്ല, മറ്റുള്ളവരുടെ ആവശ്യത്തിനാണ്. നമ്മൾ എപ്പോഴും ബാക്കിയുള്ളവർക്ക് പ്രാപ്യനായിരിക്കും. എന്തായാലും പല പല ജന്മങ്ങൾ, അനേകം ലക്ഷക്കണക്കിന് ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. പിറവാതയോനി പിറന്ന് അതെല്ലാം അറിവാൻ ഒരൊറ്റ ജീവനാണ് ഈ അനേകം യോനികളിലുള്ള, അനേകം ജന്മങ്ങളിലുള്ള അനുഭവം ആർജിക്കുന്നത്. പക്ഷേ ആ ജീവന് താനാര് എന്നുള്ള കാര്യം മാത്രം അറിയില്ല. അവിടെയാണ് കിടക്കുന്നത്. താനാര്, അവനവനെ കുറിച്ചുള്ള അറിവ്, അതാണ് ആത്മജ്ഞാനം. നമുക്ക് മറ്റുള്ളതിനെ കുറിച്ചറിയാം, വിഷയങ്ങളെ കുറിച്ചറിയാം, അങ്ങ് ദൂരെയുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് അറിയാം, ഭൂമിക്കടിയിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാം, കടലിനകത്തും ആകാശത്തിലും എല്ലാം എന്തൊക്കെയുണ്ട്, ശരീരത്തിന് അകത്തും പുറത്തുമുള്ള എല്ലാം അറിയാം. പക്ഷെ ഈ അറിയുന്നവനെ കുറിച്ചുള്ള അറിവ് ഇല്ല. ആ അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. ആ അറിവ് കിട്ടാത്തയാളെ മണ്ടൻ എന്ന് തന്നെ വിളിക്കണം. തന്നെ അറിയാതെ വേറെ എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? അറിയുന്നവനാര്? അല്ല, അത് ഞാൻ ആലോചിച്ചിട്ടില്ല. എന്തേ ആലോചിക്കാത്തത്? മറ്റുള്ളവയിലായിപ്പോയി നമ്മുടെ ശ്രദ്ധ, നമ്മുടെ അന്വേഷണ ത്വരയുണ്ടല്ലോ, അത് പുറത്തായിപ്പോയി. താനല്ലാത്ത പലതിനെയും അറിയാനാണ് താൻ ഇന്നേ വരെ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ കുറിച്ചുള്ള അറിവ് തനിക്ക് നഷ്ടപ്പെട്ടു എന്നല്ല, അതിനെ അറിയാനുള്ള ഒരു സന്ദർഭം ഉണ്ടായില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ദുഃഖിക്കുന്നതും. ആത്മജ്ഞാനത്തിന്റെ അഭാവം, അതാണ് ദുഃഖത്തിന് കാരണം. അറിവാൽ ഞാൻ ആരെന്റെ അറിയാ അറിവൈ, ഞാൻ ആര് എന്നുള്ള അറിവിനെ അറിയാതിരിക്കുന്നു.
മറ്റുള്ളതിനെ എല്ലാം അറിയുന്നു, തന്നെ അറിയുന്നില്ല. ആ അറിവ് എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ, തന്നെ കുറിച്ചുള്ള അറിവ് അഥവാ ആത്മജ്ഞാനം ഏത് പ്രകാരത്തിലുള്ള അറിവാണ് എന്ന് ചോദിച്ചാൽ അത് അറിയപ്പെടാത്ത അറിവാണ്. ഓഹോ, അപ്പോൾ അറിയപ്പെടാത്ത അറിവിനെ അറിയണം എന്നാണോ പറയുന്നത്? അതെങ്ങനെ നമുക്ക് ചേർക്കാൻ പറ്റും? ആ അറിവ് ഒരിക്കലും അറിയപ്പെടില്ല. പക്ഷേ ആ അറിവിൻ്റെ അഭാവം കൊണ്ടാണ് ജീവൻ സംസാരത്തിൽ ജനിച്ചു മരിക്കുന്നതും ദുഃഖിക്കുന്നതും. അറിയപ്പെടാത്ത അറിവ് എന്ന് പറഞ്ഞാൽ അത് പുറം വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് പോലെയല്ല, അത് അറിയുന്നവനെ കുറിച്ചുള്ള അറിവാണ്. അറിയുന്നവനെ കുറിച്ചുള്ള അറിവിനെ സ്വന്തമാക്കാൻ മറ്റൊന്നിൻ്റെയും സഹായം ആവശ്യമില്ല. എന്തുകൊണ്ട്? ഞാനുണ്ട് എന്ന് ഞാൻ സ്വയം അറിയുന്നു. ഞാനുണ്ട്, അതെന്താണ് എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ ഒരറിവില്ലായ്മ. ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അല്പം പോലും സംശയമില്ല. വ്യക്തമായി അത് ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ അറിയപ്പെടാത്ത അറിവിനെ അറിന്ത്, അതിനെ അറിഞ്ഞവരാണ് ആര്? സത്യതത്വദർശികൾ, ജ്ഞാനികൾ, മഹാത്മാക്കൾ. അറിന്ത്, അങ്ങനെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ മീനണ്ട വഴി പരിന്തിർ കുഞ്ചായി. മീനണ്ടം, അണ്ടം എന്ന് പറഞ്ഞാൽ മുട്ട, മീനണ്ടം എന്ന് പറഞ്ഞാൽ മീനിന്റെ മുട്ട. മീനിന്റെ മുട്ടയിൽ നിന്ന് ജനിക്കുന്ന മീൻ കുഞ്ഞ് പരുന്തിന്റെ കുഞ്ഞെന്ന പോലെ ആകാശത്തിൽ പറക്കുന്നു. എന്തിനാ ഈ ഒരു ഉപമ പറഞ്ഞത്? മത്സ്യത്തിന്റെ കുഞ്ഞ് പരുന്തിന്റെ കുഞ്ഞു പോലെ ആകാശത്തിൽ പറക്കും. പക്ഷെ അങ്ങനെ പറക്കുന്നു ആര്? ഈ ജ്ഞാനികൾ. എല്ലാവരും മാതാപിതാക്കൾക്ക് മകനോ മകളോ ആയിട്ട് ജനിക്കുന്നവരാണല്ലോ. ഈ ജ്ഞാനിയും ആ ജ്ഞാനിയുടെ മാതാവിൻ്റെ ഗർഭത്തിൽ 10 മാസം സ്ഥിതി ചെയ്തതിന് ശേഷമാണല്ലോ ജനിച്ചത്. ആ ജ്ഞാനിക്ക് എന്ന് പറയേണ്ട, ആ ജ്ഞാനിയുടെ ശരീരം ജനിപ്പിച്ച ഒരു പിതാവും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മെപ്പോലെ തന്നെ, സാധാരണക്കാരെ പോലെ തന്നെയാണ് ഈ സത്യദർശികളും ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്നത്. പക്ഷേ നമ്മൾ വീണയിടത്ത് കിടക്കുന്നു, അവർ പറന്നു വീഴുന്നു. ഇതേ ഉള്ളൂ വ്യത്യാസം. അവര് ഈ ചിതാകാശത്തിൽ ഗരുഡനെയോ കഴുകനെയോ പോലെ പറന്നുയരുന്നു. സാധാരണക്കാർ മണ്ണിൽ ഉറുമ്പുകളെ പോലെ ഇഴഞ്ഞു നടക്കുന്നു. ശക്തിയില്ലേ അവരെ പോലെ പറന്നുയരാൻ? ശക്തിയുണ്ട്, പ്രയോഗിക്കുന്നില്ല. പ്രയോഗിക്കാത്തതിന് കാരണം അതിപ്പോ എന്തിന്, അത് ആവശ്യമാണോ എന്നൊരു സംശയമാണ്. അതാണ് വേണ്ടത്, അതാണ് ജീവിത ലക്ഷ്യം എന്നുള്ള ഒരു വീറോടും വാശിയോടും കൂടി ആ ലക്ഷ്യത്തെ സമീപിച്ചാൽ ഈ തത്വദർശികളെ പോലെ നമുക്കും ഈ ചിതാകാശത്തിൽ പറന്നുയരാം. എല്ലാവരും മനുഷ്യരാണല്ലോ, ഒരുപോലെയാണല്ലോ ജനിച്ചു വീഴുന്നത്, ഒരേ ആഹാരമാണല്ലോ കഴിക്കുന്നത്. ആഹാരത്തിൽ അല്പസ്വല്പം വ്യത്യാസം ഉണ്ടാവും. ഒരേ ജലമാണ് കുടിക്കുന്നത്, വസ്ത്രം ഉടുക്കുന്നു, ഒരേ സൂര്യൻ പ്രകാശം നൽകുന്നു, ഒരേ വായു ആണ് നമ്മൾ ശ്വസിക്കുന്നത്. പിന്നെ ഒരാൾ മാത്രം ഈ മോശക്കാരനും മറ്റേയാൾ കേമനുമാകാൻ എന്താ കാരണം? കാരണം എന്താ? ഇതൊരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? ആർക്കും ഇത് വേണ്ട. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണ്ടെങ്കിൽ ചക്ക കൊമ്പത്തും കായ്ക്കില്ല. ഇതാണ്. ആർക്കും ഇത് വേണമെന്ന് തോന്നുന്നില്ല. ഈ ആത്മജ്ഞാനം സ്വന്തമാക്കണം. അതാണ് എല്ലാ ദുഃഖങ്ങളെയും വേരോടുകൂടെ മുറിച്ചു തള്ളുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ വിഷയങ്ങളിൽ മനസ്സിനെ സമർപ്പിച്ച് ജീവിച്ച് മണ്ണടിഞ്ഞു പോകുന്നു. ഇതിൽ പരം ദയനീയമായ സ്ഥിതി വേറെ എന്താ ഉള്ളത്? നമുക്കും മറ്റു ജീവികൾക്കും തമ്മിൽ എന്താ വ്യത്യാസം? അവയും ജനിക്കുന്നു, നമ്മളും ജനിക്കുന്നു. അവരും ഭക്ഷണം കഴിക്കുന്നു, നമ്മളും ഭക്ഷണം കഴിക്കുന്നു. അവർ ഉറങ്ങുന്നു, നമ്മളും ഉറങ്ങുന്നു. അവരും വംശപരമ്പരയെ നിലനിർത്തുന്നു, നമ്മളും നിലനിർത്തുന്നു. അപ്പൊ പിന്നെ ഈ മനുഷ്യനും മറ്റു ജീവികൾക്കും തമ്മിൽ എന്താ വ്യത്യാസം? അവ നമ്മോട് ചോദിച്ചാൽ, ഞാൻ ചെയ്യുന്നതിനേക്കാളും വിശേഷമായിട്ട് താൻ എന്താണോ ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് അതിന് തക്കതായ മറുപടി പറയാനുണ്ടോ? മറ്റുള്ള ജീവികൾ ഓഫീസിൽ പോകുന്നില്ലായിരിക്കാം, കൃഷി ചെയ്യുന്നില്ലായിരിക്കാം, ഫാക്ടറിയിലോ പാടത്തോ പണി ചെയ്യുന്നില്ലായിരിക്കാം. നമ്മൾ അത് ചെയ്യുന്നു. അതാണോ വൈശിഷ്ട്യം? അതാണോ വ്യത്യാസം മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യന്? മനുഷ്യ ജന്മം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ്. ആ ലക്ഷ്യം സാധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മനുഷ്യനും പക്ഷിമൃഗാദികളും തുല്യം, ഒരു വ്യത്യാസവുമില്ല. അവയ്ക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ യോഗ്യതയുണ്ട്. കൊമ്പ് വാലൊക്കെ ഉണ്ട്, നമുക്ക് അതുമില്ല, കൊമ്പുമില്ല വാലുമില്ല. അപ്പൊ അവർക്ക് നമ്മക്കാളും കൂടുതൽ യോഗ്യതകളുണ്ടെന്നാണ്.
അവയ്ക്കുള്ളത് നമുക്കില്ലല്ലോ. അപ്പൊ അതൊരു കുറവല്ലേ? അപ്പൊ ഒരു തരത്തിലും നമുക്ക് മറ്റു ജീവികളെ അപേക്ഷിച്ച് മേന്മയോ മെച്ചമോ ഒന്നും അവകാശപ്പെടാനുള്ള അധികാരമില്ല, അർഹതയില്ല, യോഗ്യതയില്ല. ഇവിടെ പറയുന്നു, നോക്കൂ, മീനണ്ട വഴി പരുന്തിർ കുഞ്ചായി. മീൻമുട്ടയിൽ നിന്ന് ജനിക്കുന്ന മീൻ കുഞ്ഞ് ജലത്തെ വിട്ട് പരുന്തിന്റെ കുഞ്ഞ് എന്ന പോലെ ആകാശത്തിൽ പറക്കുന്ന പോലെയാണ് ജ്ഞാനിയുടെ ചിദാകാശ സഞ്ചാരം. മനുഷ്യനായിട്ടാണ് എല്ലാവരും ജനിക്കുന്നത്. ചിലർ ഈശ്വരത്വത്തിലേക്ക് ഉയരുന്നു. അതിന് സാധ്യതയുള്ള ജന്മമാണ് മനുഷ്യജന്മം. അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഈ മനുഷ്യജന്മത്തിന്റെ സവിശേഷത മനസ്സിലാക്കിയാലേ നമുക്ക് ഈ അധ്യാത്മ മാർഗത്തിലേക്ക് പോകാൻ തോന്നും, അല്ലെങ്കിൽ തോന്നില്ല. ഇത് വളരെ അപൂർവമാണ്, അങ്ങേയറ്റം അപൂർവമാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ള മനുഷ്യജന്മം പാഴാക്കാനുള്ളതല്ല, തിന്നും കുടിച്ചും കളിച്ചും രസിക്കാനുള്ളതല്ല ഈ ജന്മം എന്നൊരു തീരുമാനമെടുത്താൽ ഇവൻ അതിവേഗം അധ്യാത്മ മാർഗത്തിലേക്ക് കടന്ന് അതിവേഗം അവൻ മുമ്പോട്ട് പോകും. മറ്റുള്ളവരെയൊക്കെ പിന്നിലാക്കി സൂപ്പർ ഫാസ്റ്റ് പോലെ പാഞ്ഞു പോകും. പക്ഷെ ആർക്കും ഇത് വേണ്ട. എല്ലാവരും ഈ മായയിൽ കുടുങ്ങിക്കഴിയുന്നു. ഇത് ഒരർത്ഥം. ഇനി വേറൊരർത്ഥം എന്താ? മീനണ്ട വഴി പരുന്തിർ കുഞ്ചായി. മീനിന്റെ മുട്ടയിൽ നിന്നും ഒരു മീൻ കുഞ്ഞ് ജനിച്ചു. അത് മീനായിട്ട് വളർന്നു, വലുതായി, അവസാനം അത് മരിച്ചു. മരിച്ചതിന് ശേഷം അതിന്റെ അടുത്ത ജന്മം പരുന്തിന്റെ കുഞ്ഞായിട്ടാണ്. ഇതെങ്ങനെയാ ഒരു മത്സ്യക്കുഞ്ഞ് പരുന്തിന്റെ കുഞ്ഞോ കഴുകന്റെ കുഞ്ഞോ ആയി ജനിക്കുന്നത്? നമ്മൾ ഈ പുനർജന്മം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതേ ജീവൻ തന്നെയാണ് വേറൊരു ശരീരം സ്വീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പുനർജന്മം സൂക്ഷ്മ ശരീരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ സൂക്ഷ്മ ശരീരമാണ് വേറൊരു ജീവിയുടെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ ഇരുന്ന് ഒരു സ്ഥൂല ശരീരത്തെ ഉണ്ടാക്കി ആ ജീവിയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഇതിൻ്റെയൊക്കെ രഹസ്യം ആരറിയുന്നു? ജ്ഞാനികൾ മാത്രം അറിയുന്നു. നമ്മൾ ഈ യുക്തിവാദവും കൊണ്ട് നടക്കും. അതിനെന്താണ് യുക്തി? ഇവിടെ മരിച്ചുപോയി ഈ ശരീരം വെന്ത് വെണ്ണീറായില്ലേ, ഇത് വേറൊരു സ്ഥലത്ത് ചെന്ന് ജനിക്കും എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഉറുമ്പ് ചെത്ത് ആനയാവുക എന്ന് പറഞ്ഞാൽ ഉറുമ്പിന്റെ ശരീരത്തിനകത്തെ ജീവൻ ചെറുതാണ്. ഇത് ഒരു ആനയുടെ ശരീരത്തിൽ കയറുമ്പോൾ അതിങ്ങനെ ബലൂൺ പോലെ വികസിക്കണ്ടേ? അങ്ങനെ വികസിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ യുക്തികൾ നിരത്തുന്നു. അതിലൊന്നും അർത്ഥമില്ല. ജ്ഞാനികൾ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം കണ്ടെത്തിയിരിക്കുന്നു. മീനണ്ട വഴി പരുന്തിർ കുഞ്ചായി പിറന്നവർകൾ. പരുന്തിന്റെ കുഞ്ഞുപോലെ ആകാശത്തിൽ വാനോളം ഉയരത്തിൽ പറക്കാൻ കഴിവുള്ളവരാണ് തത്വദർശികൾ. അവർകൾ ഏൻ പിറപ്പാർ പിൻ, ഏൻ പാർപ്പാർ പിൻ. അവർ ഈ ആത്മസത്യത്തെ കണ്ടു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ എങ്ങനെ കാണും? പ്രപഞ്ചത്തിന് എന്ത് പരിഗണന നൽകും? ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് അവർ പിന്നെ കരുതേണ്ട കാര്യമുണ്ടോ? സത്യം തെളിഞ്ഞു പോയി. ബ്രഹ്മം മാത്രമേ ഇവിടെയുള്ളൂ. എല്ലാറ്റിൻ്റെ അകത്തും പുറത്തും ആ സത്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവർ പിന്നെ ഈ പ്രപഞ്ചത്തിന് എന്ത് സത്യത്വം കൽപ്പിക്കും? കൽപ്പിക്കില്ല എന്നർത്ഥം. ഈ പ്രപഞ്ചത്തെ അവർ പിന്നീട് കാണുകയില്ല. കാണുകയില്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സ്ഥാനത്ത് ബ്രഹ്മമായിരിക്കും അവർ ദർശിക്കുക. എൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. ജീവൻ അസംഖ്യം യോനികളിൽ അകപ്പെട്ട് വലഞ്ഞ് ഒടുവിൽ സുഹൃത പരിഭാഗത്താൽ മനുഷ്യാകൃതി കൈക്കൊള്ളുന്നു. അവിടെയും അനവധി ജന്മങ്ങൾ അജ്ഞതയാലും തന്നിമിത്തമുള്ള ദുരിതങ്ങളാലും അകപ്പെട്ട് വലയുന്നു. മനുഷ്യനായി ജനിച്ചു എന്നതുകൊണ്ട് രക്ഷയില്ല. എത്രയോ ആൾക്കാർ മനുഷ്യരായി ജനിക്കുന്നുണ്ട്, കാര്യമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, അവർ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ആ മനുഷ്യജന്മത്തെ സാർത്ഥകമാക്കാനോ സഫലമാക്കാനോ ഉള്ള പ്രയത്നം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ദൈവകൃപയാൽ ഒരു ജന്മത്തിൽ സാധുസംഗമത്തിനിടയായി ജീവിത യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിക്കാൻ പ്രേരണ ലഭിക്കുന്നു. ഇതൊക്കെയാണ് പുണ്യം കൊണ്ട് കിട്ടും. പുണ്യം കൊണ്ട് കിട്ടും. സത്സംഗം, മഹാത്മാക്കളുമായുള്ള സാമീപ്യം, അവരുടെ ദർശനം പുണ്യം കൊണ്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മോട് ഈ ശാസ്ത്രങ്ങൾ പറയുന്നത്, പുണ്യം ചെയ്യൂ, പാപം ചെയ്യരുത്, നല്ലത് ചെയ്യൂ, നന്മ മാത്രം ചെയ്യൂ, നന്മയെ പറയൂ, നന്മയെക്കുറിച്ച് ചിന്തിക്കൂ, ആർക്കും ഒരു ദ്രോഹവും ചിന്തിക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിലുള്ള രഹസ്യം ഇതാണ്. സത്കർമ്മങ്ങളാണ് സാധുസംഗമത്തിനുള്ള വഴിയൊരുക്കുന്നത്. അവരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വാസ്തവികത എന്താണ്, ബ്രഹ്മം എന്നൊരു വസ്തുവുണ്ട്, അതിൽ ഭ്രമരൂപത്തിൽ പൊന്തിയതാണ് ഈ ജീവന്മാരും ജഗത്തുകളും എന്ന് അവർ പറഞ്ഞു തരും. അത് കേട്ട് ഉൾക്കൊണ്ടാണ്
നമ്മൾ ഈ അധ്യാത്മ മാർഗത്തിൽ പുരോഗമിക്കുന്നത്. പിന്നീട് ജ്ഞാനാചാര്യന്റെ അനുഗ്രഹത്താൽ താൻ ആരാണെന്നുള്ള പരമാർത്ഥം ബോധിച്ച് അഭ്യാസം മൂലം അത് സ്വയം അറിഞ്ഞ് ഉണരുന്നു. ഉള്ളിലൊരു ഉണർവാണ് ഉണ്ടാകുന്നത്. താൻ ഇതുവരെ താൻ ആര് എന്നുള്ള കാര്യം അറിയാതെ ഇരുന്നു. ഇപ്പോഴിതാ അത് സൂര്യതുല്യം തെളിഞ്ഞിരിക്കുന്നു. ഞാൻ ബോധമാണ്. ഈ ശരീരമല്ല, മനസ്സല്ല, ഇന്ദ്രിയങ്ങളല്ല. ഏതൊക്കെ എൻ്റെ ഉപകരണങ്ങളായി ഉണ്ടോ അവയൊന്നും ഞാനല്ല, എനിക്കും അവയ്ക്കും യാതൊരു ബന്ധവുമില്ല എന്ന് തിരിച്ചറിയും. ഇങ്ങനെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ മീൻകുഞ്ഞ് ആദ്യം ജലത്തിൽ സഞ്ചരിച്ച് ജന്മങ്ങൾ കഴിഞ്ഞ് അണ്ഡം വഴി പക്ഷിക്കുഞ്ഞായി ജനിച്ച് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കഴുകനോ പരുത്തോ ഒക്കെ ആയി മാറുന്നത്. അത് മുട്ടയിലൂടെയാണ്. മീനും മുട്ടയാണ് ഇടുന്നത്. അങ്ങനെ പക്ഷിക്കുഞ്ഞായി ജനിച്ച് ആകാശത്തിൽ പറന്ന് സഞ്ചരിക്കുന്നത് പോലെ ബഹുജന്മങ്ങൾക്ക് ശേഷം അന്ത്യജന്മത്തിൽ മഹാതുറവിയായി തീരുന്ന മഹാത്മാക്കൾക്ക്, ഒരാൾക്ക് സന്യസിക്കണം എന്ന് തോന്നിയാൽ അയാളുടെ ജന്മങ്ങൾ തീരാറായി എന്ന്, അധികം ഒന്നും പോകേണ്ടി വരില്ല. അപ്പോഴാണ് ഈ സന്യാസം സ്വീകരിക്കണം എന്നുള്ള ഉത്കടമായ ആഗ്രഹം ഉള്ളിലുണ്ടാവുന്നത്. അവരെയാണ് മഹാതുറവികൾ, മഹാസന്യാസികൾ എന്ന് പറയുന്നത്. അന്ത്യജന്മത്തിൽ മഹാതുറവിയായിത്തീരുന്ന മഹാത്മാക്കൾക്ക് പുനഃപിറവി ദുഃഖം, വീണ്ടും പുനർജന്മം കൊണ്ടുള്ള ആ ദുഃഖം മേലാൽ ഉണ്ടാകുന്നതല്ലല്ലോ. അവർക്ക് പിന്നെ ജനിക്കേണ്ടി വരില്ല. അതവരുടെ ചരമജന്മമാണ്. ചരമജന്മം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ജന്മം. ഇനിയൊരു ശരീരം അവർക്ക് സ്വീകരിക്കേണ്ടതായി വരുന്നില്ല. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. അരശർ കുടൈമൈ അളവറ്റ പേരെ പെരുമയാനാർ പോല പെറ്റ അരിബ്രഹ്മർ കപ്പാലാം വാഴ്വും അണുവാകി യാതുമറൽ ഇപ്പോ പെരുമൈ ഇവർക്ക്. അരശർക്ക് ഉടമൈ അളവറ്റ പേരെ. ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ മഹത്വം ഏതിലാ കുടികൊള്ളുന്നത്? ക്ഷത്രിയനായി ജനിച്ചു, രാജപരമ്പരയിൽ ജനിച്ചു എന്നുള്ളത് ശരി. എവിടെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെതായി പലതുമുണ്ട്. വലിയ ഖജനാവുണ്ട്, സ്വർണ്ണാഭരണങ്ങളും രത്നക്കല്ലുകളും ഉണ്ട്, ചതുരംഗ സേനയുടെ അധിപനാണ്, വിശാലമായ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ അധീനതയിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ, പൊസഷൻസ്, അത് വെച്ചിട്ടാണ് നമ്മൾ രാജാവിൻ്റെ മഹത്വം തീരുമാനിക്കുന്നത്. അരശർക്ക് ഉടൈമൈ, രാജാവിൻ്റെ മഹത്വം അദ്ദേഹം അളവറ്റ അനേക വസ്തുക്കളുടെ സ്വാമി, ഉടമസ്ഥൻ എന്നതിലാണ്. അത് വെച്ചിട്ടാണ്. ഇതിനേക്കാളും ധാരാളം സമ്പത്തും വലിയ സാമ്രാജ്യവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇദ്ദേഹത്തെക്കാളും വലിയ രാജാവ് അദ്ദേഹം എന്ന് പറയും. പൊക്കവും വണ്ണവും കൂടിയത് കൊണ്ട് വലിയവനെന്ന് പറയില്ലല്ലോ. ഈ വലിപ്പം എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ അധിപനാണ്. ഈ വലിപ്പം പല കാര്യത്തിൽ വരാം. പഠിത്തത്തിൽ കേമൻ, ധാരാളം പഠിച്ചിട്ടുണ്ട്, വലിയ ജ്ഞാനവാനാണ്, അതുകൊണ്ടും ഒരാൾ മഹാനാണ് എന്ന് ഒരാളെ ജനങ്ങൾ അംഗീകരിക്കും. ഇല്ലെങ്കിൽ കാശ് വേണം, ധാരാളം പണം, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി, രൂപയൊന്നും ആക്കി വെച്ചിട്ട് കാര്യമില്ല. അടുത്ത ഡിമോണിറ്റൈസേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അസറ്റ് ആക്കി മാറ്റുക. സ്വർണം പോലും ഇപ്പൊ സേഫ് അല്ല എന്നാണ്. പണ്ടൊക്കെ സ്വർണമായി മാറ്റി വെച്ചുകൊണ്ടിരുന്നു. സ്വർണത്തിനും ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ കള്ളക്കടത്ത് സ്വർണ്ണം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ലോകത്തിലുള്ളതിന്റെ ഒരു മേജർ പോർഷൻ, സ്വർണത്തിന്റെ ഒരു സിംഹഭാഗം ഭാരതത്തിൽ മാത്രമുണ്ട് എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ സ്വർണം വെച്ചുകൊണ്ടിരുന്നാൽ കാര്യമായ പ്രയോജനമൊന്നുമില്ല. ഭൂമി അതിനെന്നും വില കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിന് കൂടുതൽ പൈസയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല ലാൻഡോ വീടോ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചിടുക. അരശർ കുടൈമൈ അളവറ്റ പേരെ, അദ്ദേഹത്തിന്റെ മഹാഭാഗ്യം എന്ന് പറയുന്നത് അളവറ്റ സ്വത്തുക്കളുടെ അധിപനാണ് അദ്ദേഹം എന്നതിലാണ്. പെരുമയാനാർ പോലെ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മഹത്വം തീരുമാനിക്കപ്പെടുന്നത്. അതുപോലെ പെറ്റ അരിബ്രഹ്മർ കപ്പാലാം വാഴ്വും. അരിബ്രഹ്മർ, ഹരിയും ബ്രഹ്മാവും എന്ന് പറഞ്ഞാൽ വിഷ്ണുവും ബ്രഹ്മാവും, അവരുടെ ജീവിതത്തെക്കാളും മഹനീയമാണ് ഒരു ജ്ഞാനിയുടെ നില. ഒന്ന് ആലോചിച്ച് നോക്കൂ. ത്രിമൂർത്തികളെക്കാളും ഉയരെയാണ് ജ്ഞാനിയുടെ സ്ഥിതി. അരിബ്രഹ്മർക്ക് അപ്പാലാം വാഴ്വും അണുവാകി യാതുമറൽ ഇപ്പോ പെരുമൈ ഇവർക്ക്. അതായത് ദേവന്മാർ പോലും കണ്ട് അസൂയപ്പെടുന്ന
ഒരു മഹത്വമാണ് ഒരു ജ്ഞാനിക്കുള്ളത്. കാരണം ദേവന്മാരിൽ എത്ര ജ്ഞാനികളുണ്ട്? ഈ ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ അവർക്കൊക്കെ പല ശക്തിവിശേഷങ്ങളും ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ഈ ശാസ്ത്രങ്ങളൊന്നും അവരെ ജ്ഞാനികളാണെന്ന് അംഗീകരിച്ചിട്ടില്ല. അതേസമയം ഇവിടെ ഭൂമിയിൽ അനേകം ജ്ഞാനികൾ ജീവിച്ചിട്ടുമുണ്ട്. ഈ ദേവന്മാരൊക്കെ ജ്ഞാനികളെ ദൂരെ നിന്ന് അവരറിയാതെ നമസ്കരിച്ചിട്ട് കടന്നു പോകുന്നതാണ്. സിദ്ധപുരുഷന്മാർ, രമണ മഹർഷിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം അടുത്ത് ആരെയും കിടക്കാൻ സമ്മതിക്കില്ല. അപ്പം ആൾക്കാർക്കൊക്കെ ഒരു എന്താ അദ്ദേഹം പ്രായമൊക്കെ ആയി, ഞാനവിടെ തറയിൽ കിടന്നോളാം, ഒരു പായ വിരിച്ച് കിടന്നോളാം, വേണ്ട എന്ന് പറയും. അവസാനം നിർബന്ധിച്ച് ആരോ, പേരെനിക്ക് ഓർമ്മയില്ല, കൂടെ കിടത്തി. പാതി രാത്രി ആയപ്പോൾ ഈ കൂടെ കിടന്നയാള് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ രമണ മഹർഷിയുടെ ചുറ്റും കുറേ പ്രകാശസ്വരൂപികളായ ആൾക്കാർ, സ്ഥൂല ശരീരമില്ല, പ്രകാശമയങ്ങളായ കുറേ ആൾക്കാർ രമണ മഹർഷിയെ ചുറ്റി നിൽക്കുന്നു. ഇദ്ദേഹം ആകപ്പാടെ ഭയന്നുപോയി. വല്ല ഭൂതമോ പ്രേതമോ എന്തെങ്കിലും ആയിരിക്കുമോ? പ്രകാശ ശരീരികൾ കണ്ണടച്ചോണ്ട് മിണ്ടാതെ കിടന്നു. അടുത്ത ദിവസം രാവിലെ മഹർഷിയോട് ഈ കാര്യം ചോദിച്ചു. മഹർഷി പറഞ്ഞു, ഇതാണ് പറഞ്ഞത്, നീ എൻ്റെ കൂടെ കിടക്കരുത്. ഇതൊക്കെ കണ്ട് വെറുതെ ഭയപ്പെടും. അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഭാവന പോലും ചെയ്യാൻ പറ്റാത്ത അത്ര ഉയരത്തിലാണ്. അവർ നമ്മെപ്പോലെ ഒരു മനുഷ്യനല്ല ഈ ജ്ഞാനി. പ്രത്യക്ഷ ദൈവമാണ്, ഈശ്വരനാണ്. അദ്ദേഹത്തിന്റെ മഹത്വം നമുക്കൊന്നും ഭാവന ചെയ്യാൻ പോലും പറ്റില്ല. അരിബ്രഹ്മർക്ക് അപ്പാലാം വാഴ്വും അണുവാകി. അണുവാകി എന്ന് പറഞ്ഞാൽ ആറ്റം പോലെ ചെറുതായി ചുരുങ്ങി വന്ന് അവരുടെ ഉള്ളിലെ സങ്കല്പങ്ങളും അഹന്താ മമതകളും ജ്ഞാനിയുടെ ഉള്ളിൽ ചുരുങ്ങി അണുപ്രായമായി യാതും അറൽ എല്ലാ സംഘങ്ങളിൽ നിന്നും വിട്ട് എല്ലാറ്റിനെയും ഉള്ളുകൊണ്ട് ത്യജിച്ച് അവർ ഇപ്പോ ആ ബ്രഹ്മസ്ഥിതിയിൽ കഴിയുന്നു. ഇപ്പോ പെരുമൈ ഇവർക്ക്. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ടല്ലോ, ആത്മാവായി എല്ലാമായി നിൽക്കുന്നവരാണ് ജ്ഞാനി. വാസ്തവത്തിൽ എല്ലാമായി നിൽക്കുന്നത് ആരാ? ഈശ്വരനാണ്. ഈ ജ്ഞാനിയെ എല്ലാമായി തീർന്നിരിക്കുന്നു, എല്ലാത്തിൻ്റെയും അന്തരാത്മാവായി തീർന്നിരിക്കുന്നു ഈ ജ്ഞാനി. സകല ശരീരങ്ങളിലും താനാണ് കുടികൊള്ളുന്നത് എന്ന് സാക്ഷാത്കരിച്ചവനാണ് ജ്ഞാനി. അപ്പൊ അദ്ദേഹം ഈശ്വര തുല്യനല്ലാതെ വേറെ ആരാണ്? പക്ഷേ നമ്മൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ മാത്രമേ കാണുന്നുള്ളൂ. ആ ശരീരത്തിലുള്ള രോഗങ്ങൾ, ഡയബറ്റീസും കൊളസ്ട്രോളും പ്രഷറും ഇതൊക്കെ കണ്ട് നമ്മളെപ്പോലെ ഒരാളാണ്, അവിടെ കിളവൻ വയസ്സായി അവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെയൊക്കെ രഹസ്യം ആരറിയുന്നു? ജ്ഞാനിക്ക് മാത്രം അറിയാം, അല്ലെങ്കിൽ അതേ തലത്തിലുള്ള മറ്റൊരു ജ്ഞാനിക്കറിയാം. മറ്റുള്ളവർക്കൊന്നും അത് മനസ്സിലാക്കാൻ സാധ്യമേ അല്ല. അങ്ങനെ ഈ ആത്മസ്ഥിതിയിൽ എല്ലാവരുടെയും അന്തരാത്മാവായി നിൽക്കുന്ന ആ സ്ഥിതിയിലാണ് ഇവരുടെ മഹത്വം കുടികൊള്ളുന്നത്. പെരുമൈ ഇവർക്ക് മഹത്വം അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പാലാം എല്ലാറ്റിനും അതീതമായ യാതുമറൽ എല്ലാ സംഘങ്ങളെയും ഉപേക്ഷിച്ച്, എല്ലാ സംഘങ്ങളെയും പരിത്യജിച്ച്, എല്ലാറ്റിനെയും എന്നാണ്. അറൽ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ, ത്യജിക്കൽ, ത്യാഗം. എല്ലാറ്റിനെയും അവർ ഉള്ളിൽ നിന്ന് കളഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും ഉള്ളിൽ നിന്ന് കളഞ്ഞാൽ എല്ലാറ്റിൻ്റെയും അപ്പുറത്ത് പോകാം. ഏതെങ്കിലും ഒന്നിനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചാൽ അത് നമ്മെ അതിനോട് തളച്ചിടും. നമുക്ക് എല്ലാറ്റിനെയും അതിക്രമിക്കാൻ സാധ്യമല്ല. എല്ലാറ്റിനെയും അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഉള്ളുകൊണ്ട് ത്യജിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെയാണ് നമ്മൾ എല്ലാറ്റിനെയും അതിക്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിശയിക്കുന്നത്, സർപ്പാസ്, കടന്നു പോകുന്നത്. ഉള്ളിൽ ഒന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത്, ആ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാവരുത്. പക്ഷേ നമ്മുടെ മനസ്സും ബുദ്ധിയും സങ്കല്പങ്ങളും വിചാരങ്ങളും ഒക്കെയാണ് നമ്മെ ലോകത്തിൽ തളച്ചിടുന്നത്. അത് പലതുമാണ്. പണമാവാം, ബന്ധങ്ങളാവാം, വസ്തുവകകളാകാം, എന്ത് വേണമെങ്കിലും ആകാം. കാരണം നമ്മൾ എന്താ പറയുന്നത്? അത് കൂടാതെ എനിക്ക് ഒരു ജീവിതമില്ല. ഇതാണ് കുഴപ്പം. അത് കൂടാതെ എനിക്കൊരു ജീവിതമില്ല. അപ്പൊ നമ്മൾ അതിന്റെ അടിമയായി തീർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ എങ്ങനെ അതിനെ അതിക്രമിക്കാൻ പറ്റും? അതിനെ ഉള്ളുകൊണ്ട് ത്യജിക്കും. നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്ത് പോകാം. പണ്ട് വായിച്ചൊരു കഥ ഓർമ്മ വരികയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 30 കൊല്ലമായിട്ടാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പുസ്തകത്തിൽ വായിച്ച കഥയാണ്. അയാൾക്ക് ശ്യാമ എന്ന പേരോട് കൂടിയ ഒരു കുട്ടിയുമായി അയാൾ സ്നേഹബന്ധത്തിലാണ്. ശ്യാമയെ കൂടാതെ ഒരു ജീവിതമില്ല എന്ന് അയാൾ അങ്ങ് സ്വയം തീരുമാനിച്ചു. എന്നാൽ
ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മസാക്ഷാത്കാരം നേടണം എന്നൊരാഗ്രഹവും ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2 വള്ളത്തിൽ കാല് വെച്ചു എന്നർത്ഥം. അപ്പോൾ ആ പാകത വരാതെ ഇദ്ദേഹം സന്യാസം സ്വീകരിക്കാനായി ഒരു മഹാത്മാവിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാറ്റിലും ഉള്ള സംഘമൊക്കെ പോയോ? എല്ലാറ്റിലുള്ള സംഘം പോയി. ഒന്നും എൻ്റേതല്ല എന്നുള്ള ഭാവമൊക്കെ ആയി. ആരെയെങ്കിലും ഉള്ളുകൊണ്ടാ സ്നേഹിക്കുന്നുണ്ടോ, ആരാധിക്കുന്നുണ്ടോ ആരെയെങ്കിലും ഈ ഭഗവാനെ അല്ലാതെ? കൂടെ കൂടെ ആരുടെയെങ്കിലും സ്മരണ നിങ്ങളുടെ ഉള്ളിൽ വന്നു പോകാറുണ്ടോ? ആ ഉണ്ട്. ആരുടെ? ശ്യാമ എന്ന പെൺകുട്ടിയുടെ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അതിന് നിങ്ങൾ വിടാൻ പറ്റിയില്ലെങ്കിൽ സന്യാസം പൂർണ്ണമാവില്ല. എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. അപ്പൊ ശ്യാമയുടെ ഓർമ്മയും കൊണ്ട് നിങ്ങൾ സന്യസിച്ചാൽ അത് സന്യാസമാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യൂ, ഈ ശ്യാമയുടെ അടുത്ത് നിങ്ങളുടെ പ്രേമം വെളിപ്പെടുത്തൂ. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളെ വിവാഹം ചെയ്ത് കുറച്ചു കാലം ഗൃഹസ്ഥനായി ജീവിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാണ്. ആചാര്യൻ തന്നെ അനുവാദം തന്നിരിക്കുകയാണല്ലോ. നേരെ ചെന്നു ശ്യാമയോട് ചോദിച്ചു. ശ്യാമയ്ക്കും ഇദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ വിവാഹം കഴിച്ചു. ദമ്പതികളായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. 1-2 കുട്ടികളൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് പിന്നെയും ഉള്ളിൽ ആ പൂർവ്വജന്മ സംസ്കാരം ഉണ്ടല്ലോ, സന്യസിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ആ ആഗ്രഹവുമായിട്ട് തിരിച്ചു വന്നു ഈ മഹാത്മാവിൻ്റെ അടുത്ത്. തിരിച്ചു വന്നപ്പോൾ ഇപ്പം എങ്ങനെയാ? ശ്യാമയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ പോയോ? അല്ല, നേരത്തെ ശ്യാമയെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ഇപ്പൊ സ്വന്തമായി സ്നേഹം കൂടി. മറ്റേത് അകന്നു നിന്നുള്ള ഒരു സ്നേഹമോ ആരാധനയോ ആയിരുന്നു. ഇപ്പോഴെന്താ? തൻ്റെ സ്വന്തം ഭാര്യ, ആ ഭാര്യയിൽ 2 കുട്ടികൾ. അപ്പോൾ ആ ചിന്ത പോകുന്നില്ല. അപ്പൊ ഈ മഹാത്മാവ് ചോദിച്ചു, അപ്പൊ ശ്യാമയാണ് പ്രശ്നം. അതാണ് ഇപ്പൊ തൻ്റെ പ്രശ്നം. ഈ ശ്യാമ ഒരു കാര്യം ചെയ്യും, ഈ ശ്യാമയെ വിളിച്ചുകൊണ്ട് നാളെ വരുമെന്ന് പറഞ്ഞു. ശരി. അടുത്ത ദിവസം തൻ്റെ ഭാര്യയായ ശ്യാമയെ കൊണ്ട് ഈ മഹാത്മാവിൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ മഹാത്മാവ് ചോദിച്ചു, ഈ ശ്യാമയല്ലേ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്? അതെ, ദാ ഈ മുമ്പിൽ നിൽക്കുന്ന ഈ സ്ത്രീയോ അല്ലെങ്കിൽ യുവതിയോ, ഇതാണ് ശ്യാമ. ശരി, അപ്പം ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് കൃത്യമായ മറുപടി തരണം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ആ ശ്യാമയുടെ കൈകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ മറുപടി പറഞ്ഞു, അത് ശ്യാമയുടെ കൈകൾ. കാലുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, ഇതെന്താണ്? അത് ശ്യാമയുടെ കാലുകൾ. ഇതുപോലെ ശ്യാമയുടെ കണ്ണുകൾ, ചെവികൾ, തലമുടി എല്ലാം പറഞ്ഞു. അപ്പൊ എൻ്റെ ഓരോ ചോദ്യത്തിനും ശ്യാമയുടെ 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 എന്നാണ് നിങ്ങൾ മറുപടി പറഞ്ഞത്. ആരാണ് ഈ ശ്യാമ? അറിയില്ല, അത് ആലോചിച്ചില്ല. ശരീര അവയവങ്ങൾ ഓരോന്നും ശ്യാമയുടെയാണ്. ഈ ശ്യാമ എന്ന് പറയുന്നത് ആരാ? ഇതെല്ലാം കൂടെ ചേർന്നതാണോ? അല്ലെങ്കിൽ കയ്യിലോ കാലിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് അതീതമായ വേറെന്തെങ്കിലുമാണോ? അപ്പോഴാണ് ഇയാളുടെ കണ്ണ് തുറന്നത്. അയ്യോ, ശ്യാമ ആര് എന്ന് ചിന്തിക്കാതെയാണ് ഞാൻ ശ്യാമയെ സ്നേഹിച്ചത്. നമ്മളെപ്പോലെ നമ്മൾ ഈ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ഇതൊക്കെ ആരാണ് എന്ന് ആലോചിക്കാതെ മമതയ്ക്ക് അധീനരായി കഴിയുകയാണ്. എൻ്റെ തീർന്നു. ആരാണ് ആ വ്യക്തി? നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്ന ആ വ്യക്തി മരിച്ചു കിടന്നാൽ നമ്മൾ പറയുന്ന ആ വ്യക്തി പോയി എന്ന്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ആ ശരീരത്തെയാണ് വ്യക്തി എന്ന് കരുതിക്കൊണ്ടിരുന്നു. ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ശ്യാമ മരിച്ചു പോയാൽ ശ്യാമ പോയി എന്ന്. ശ്യാമ എവിടെ പോയി? ശ്യാമയുടെ ശരീരം, കൈയും കാലും ഒക്കെ അവിടെ കിടക്കുകയല്ലേ? അല്ല, അതല്ല ശ്യാമ, അതിൽ നിന്ന് ഭിന്നമായ വേറെന്തോ ആയിരുന്നു. അത് ജീവനെന്നോ ആത്മാവെന്നോ എന്തുവേണമെങ്കിലും പറഞ്ഞോളൂ, അത് പോയി എന്ന്. ഇത് ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ചിന്തിച്ചു നോക്കിയില്ല? ഇതാണ് ചോദ്യം. ഈ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ അച്ഛൻ, അമ്മ, ഭാര്യ, സഹോദരൻ, സഹോദരി തുടങ്ങിയ ബന്ധങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ശരീരം തണുത്ത് വിറങ്ങലിച്ച് തറയിൽ കിടക്കുമ്പോൾ നമ്മൾ പറയുന്ന ആ ആള് പോയി, അദ്ദേഹത്തിന്റെ ജഡമാണിത്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോഴും ഈ ജഡം ഇതുപോലെ തന്നെയല്ലേ? അപ്പോ ജീവിച്ചിരിക്കുമ്പോ ഇതിന്റെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഞാനെന്ന് അഭിമാനിച്ചു കൊണ്ടിരുന്ന ഒരാൾ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഒന്നുണ്ടായിരുന്നു. അത് ശരീരത്തിൽ നിന്ന് വേറിട്ടതുമായിരുന്നു. അത് വേണ്ടവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കിയില്ല. അതാണ് കുഴപ്പം. ശരീരവിലക്ഷണമായ ഒരു ചൈതന്യത്തെയാണ് നമ്മൾ ബന്ധം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ചൈതന്യത്തിന് ശരീരനാശത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ദുഃഖത്തിന് പ്രസക്തിയേ ഇല്ല, ഒരു പ്രസക്തിയുമില്ല. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ശ്യാമ ആര് എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ ചിന്തിച്ചില്ല എന്ന്. വാ,
ഞാൻ പറഞ്ഞു തരാം. കാരണം ഇയാൾക്ക് ചിന്തിച്ച് തീരുമാനിക്കാനുള്ള കഴിവില്ല. എടോ, എല്ലാ ശരീരത്തിലും ശരീരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചൈതന്യമുണ്ട്. അതാണ് ഞാൻ എന്ന പേരിൽ പ്രകാശിക്കുന്നത്. അതിന് നമ്മൾ ഓരോ പേരും ഓരോ ബന്ധവും പറഞ്ഞു വിളിക്കുന്നു, വ്യവഹരിക്കുന്നു, അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ ആ ചൈതന്യം എല്ലാ ശരീരത്തിലും ഒന്നാണ്. അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. താൻ പരമാത്മാവിനെയാണ് ശ്യാമ എന്ന പേരിൽ തെറ്റിദ്ധരിച്ചത്. ആ പരമാത്മാവ് തന്നെയാണ് നിന്റെ ഉള്ളിലും ഞാനായി പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അത് കൂടാതെ എനിക്കൊരു ജീവിതമില്ല. ഇതൊക്കെ അജ്ഞതയാണ്. കാര്യം മനസ്സിലായി. ശ്യാമയെ ഉള്ളിൽ നിന്ന് അയാൾ കളഞ്ഞു. പൂർണ്ണ സന്യാസിയെ. അപ്പൊ അറിവാണ്, ചിന്ത, വിശകലനം, യുക്തി, ഇതാണ് നമ്മെ സത്യത്തിലേക്ക് അടുപ്പിക്കുന്നത്. വേണ്ടവണ്ണം വിശകലനം ചെയ്യുക, വിചാരം ചെയ്യുക. എന്താണ് ഈ വ്യക്തി അല്ലെങ്കിൽ വസ്തു? ഇവയൊക്കെ നശിക്കുന്നതാണ്. ഈ നശിക്കുന്ന ഒന്നിൽ നശിക്കാത്ത എന്തോ ഉണ്ട്. അതിനെ കണ്ടെത്താൻ നോക്കണം. അത് ഏകമാണ്. എല്ലാ ശരീരത്തിലും തുല്യമായി നിറഞ്ഞു നിൽക്കുന്നു. അതിൽ ഭേദമില്ല. അത് ജനിക്കുന്നതല്ല, ജീർണിക്കുന്നതല്ല, മരിക്കുന്നതല്ല. ഇങ്ങനെ ആ ആത്മതത്വത്തെ നല്ലപോലെ മനസ്സിലാക്കണം. ബഹുജന്മങ്ങൾക്ക് ശേഷം അല്ല, അടുത്ത പദ്യമല്ലേ നമ്മൾ വായിച്ചത്, അതിൻ്റെ അർത്ഥം വായിക്കാം. ധനവും ആടയാഭരണാദികളുമായി രാജാക്കന്മാർ ജീവഭോഗം കേമമായി അനുഭവിക്കുന്നു. ഒരു ചക്രവർത്തി അനുഭവിക്കുന്ന സുഖം നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിനേക്കാൾ എത്ര ഇരട്ടിയാണ് ചക്രവർത്തിയുടെ സുഖം. വിരലൊന്ന് ഞൊടിച്ചാൽ എന്തും മുമ്പിൽ സെക്കൻഡുകൾക്കുള്ളിൽ പ്രത്യക്ഷപ്പെടും. ആരെയും എന്തും ചെയ്യാം. ആരെയും ഭയപ്പെടാനുള്ള അവകാശവുമില്ല. താനാണ് അധിപൻ, സർവ്വസൈന്യാധിപൻ. അപ്പോൾ അയാളുടെ സുഖം, ചക്രവർത്തിയുടെ സുഖം സാധാരണക്കാരൻ്റെ സുഖത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ്. ഇതിലും എത്രയോ ഉപരിയാണ് ഹരി, ബ്രഹ്മാവ് ആദിയായ ദേവന്മാരുടെ സുഖാനുഭോഗങ്ങൾ. ഉപരിതലത്തിൽ ആണല്ലോ, ഊർധ്വലോകങ്ങളിലാണല്ലോ ദേവന്മാർ, ഇന്ദ്രൻ എന്നൊക്കെയാണല്ലോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. വിഷ്ണു, ഇവരൊക്കെ എന്തായാലും താഴെയല്ല, അങ്ങ് മുകളിലാണ്. എല്ലാ മതക്കാരും അതാണ് പറയുന്നത്. അങ്ങ് മുകളിൽ, എല്ലാവരും മുകളിലാണ് നോക്കി പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്ന്. ഇവിടെ അടുത്തില്ല, താഴെയില്ല, മുകളിലാണ്. BPL ഇല്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മളെക്കാളും ഉയർന്ന തലത്തിലാണ് ദൈവം എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ തല ഉയർത്തി മുകളിലോട്ട് നോക്കുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഭൂമിയുടെ താഴെ കുഴിച്ച് ആരും ഈശ്വരനെ കണ്ടെത്താൻ പോകുന്നില്ല. ഈ ഭൂമിയിൽ അന്വേഷിച്ചാൽ കിട്ടുകയുമില്ല. കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ ഈ ഗവേഷണവും പര്യടനവും ഒക്കെ നടത്തുന്നവർ എവിടെയെങ്കിലും വെച്ച് ഈ ദൈവത്തെയോ ദേവന്മാരെയോ ഒക്കെ കണ്ടുപിടിക്കുമായിരുന്നല്ലോ. കാട്ടിൻ്റെയും മലകളുടെയും മണലാരണ്യത്തിലൂടെയും ഒക്കെ പോകുന്ന കൂട്ടരാണല്ലോ മനുഷ്യർ. എവിടെയെങ്കിലും വെച്ച് ആരെയെങ്കിലും ഒരു ഇന്ദ്രനെയോ അഗ്നിയോ യമനെയോ വരുണനെയോ ഒക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അങ്ങനെ ആരും കണ്ടുമുട്ടിയതായി ചരിത്രമില്ല. അതുകൊണ്ട് നമുക്ക് കണ്ണെത്താ ദൂരത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന മുകളിലേക്ക് നോക്കി ഇങ്ങനെ ആകാശം അവിടെ എവിടെയോ ഉണ്ട്, മുകളിൽ എവിടെയോ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അദ്ദേഹം കേൾക്കും, നമുക്ക് വേണ്ടതൊക്കെ തരും, ഞാൻ ചോദിക്കുന്നതൊക്കെ തരും. ഇങ്ങനെയൊക്കെ വിചാരിച്ചാണ് മനുഷ്യർ കഴിയുന്നത്. വിഷ്ണുവാദി ദേവന്മാരുടെ വാഴ്വും എന്ന് പറഞ്ഞാൽ ജീവിതവും ലഘൂകരിച്ച് അതിനപ്പുറമുള്ള അക്ഷയമായ സുഖമടഞ്ഞിരിക്കുന്നു മഹാതുറവികൾ. പരിപൂർണ നിസ്സംഗരാണ്. ആ നിസ്സംഗതയിൽ നിന്ന് ഊറി വരുന്ന ആത്മസുഖമാണ് ജ്ഞാനി അനുനിമിഷം നുണഞ്ഞുകൊണ്ടിരിക്കുന്നത്. ത്യാഗത്തിലൂടെ സുഖം കിട്ടുമോ എന്നാണ് പലർക്കും സംശയം. എല്ലാം സ്വന്തമാക്കിയാലല്ലേ, നേടിയാലല്ലേ, വെട്ടിപ്പിടിച്ചാലല്ലേ മനുഷ്യൻ സുഖമായിരിക്കുക. അത് മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ഉപേക്ഷിച്ചു നോക്കൂ. ബാഹ്യമായിട്ടല്ല, ഉള്ളുകൊണ്ട് ഒന്ന് വേണ്ട. ആ ത്യാഗ മനോഭാവത്തിൽ നിന്ന് അപരിമിതമായ ആനന്ദം ഉണ്ടാവും. അങ്ങനെ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചാൽ എത്ര സുഖമായിരിക്കും. പക്ഷേ മനുഷ്യന്റെ മനസ്സ് സംഘബദ്ധമായി പോകുന്നു. ഈ സംഘം, ഇതെന്താണിത്? നമ്മൾ പറയും മനസ്സുകൊണ്ടുള്ള ഒട്ടൽ, അറ്റാച്ച്മെന്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ സംഘം? ഇതിനൊരു കഥ പറയാം. ഒരു ആചാര്യൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ ചെന്ന് ചോദിച്ചു, ഈ സംഘത്തെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നു. എന്താണ് ഈ സംഘം? മനസ്സുകൊണ്ടുള്ള അടുപ്പം, ഒട്ടൽ, അതെല്ലാം ശരി. പക്ഷെ ഈ സംഘം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ആചാര്യൻ, നിനക്ക് ഞാനൊരു പരീക്ഷണത്തിലൂടെ അത് വ്യക്തമാക്കി തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആചാര്യനും ശിഷ്യനും കൂടെ ഒരു വലിയ ഹാളുണ്ടെന്ന് വിചാരിച്ചോളൂ. അവിടെ ആ ഹാളിൻ്റെ ഒരറ്റത്ത് ഈ ഗുരുവും ശിഷ്യനും കൂടെ നിന്നു. വേറെ കുറേ ശിഷ്യന്മാരെ കൊണ്ട്
ഒരു 10-12 തലേണ അല്പം ഇടവെളി വിട്ട് ഇങ്ങനെ നിരത്തി ഇടാൻ പറഞ്ഞു. 10-12 തലേണ അല്പം അകലത്തിൽ വിട്ടിട്ട്, എന്നിട്ട് ഈ സംഘം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചുവല്ലോ ശിഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാ 10-12 തലേണ ഇട്ടിട്ടുണ്ട്, 2 തലേണയുടെ ഇടയിൽ തറയാണ്, ഈ തലേണയിൽ ചവിട്ടാതെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ തറയിൽ കാല് വെച്ച് നീ അങ്ങേ തലക്കിലെത്തണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി. വളരെ ശ്രദ്ധിച്ച് തലേണയിൽ കാല് ചവിട്ടാതെ ഓരോ ചൂടായിട്ട് എടുത്തു വെച്ച് ആ തറയിൽ ചവിട്ടി അപ്പുറത്തെത്തിയപ്പോൾ ജയിച്ചു, സമ്മതിച്ചു. കറക്റ്റായിട്ട് നീ ചവിട്ടാതെ തന്നെ അപ്പുറത്തെത്തിയല്ലോ. അടുത്തത് നിനക്ക് വേറൊരു കുറച്ചുകൂടെ കഠിനമായ ഒരു പരീക്ഷണമാണ്. നീ ഇപ്പം അങ്ങേ തലക്കിൽ നിൽക്കുകയാണല്ലോ, ഇനി നീ കണ്ണടയ്ക്കണം. കണ്ണടച്ചിട്ട് ഇതുപോലെ തലയിണയിൽ ചവിട്ടാതെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. എന്നാൽ ഇയാൾ നടന്നു പോകുമ്പോൾ അപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞു, ഒരു മിനിറ്റ് ഒന്നുകൂടെ നോക്കിക്കോട്ടെ ഓരോ തലയിണയും എവിടെയാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ ഒരു ഉദ്ദേശം വെച്ച് കണ്ണടച്ചാലും ഒരകലം വെച്ച് കാല് വെച്ച് തിരിച്ചു വരാമല്ലോ. ഒന്നല്ല, നല്ല 10 പ്രാവശ്യം നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. 10 പ്രാവശ്യം നോക്കി, എല്ലാം നോക്കിയിട്ട് ഇനി കണ്ണടച്ചോ എന്ന് പറഞ്ഞു. ഇനി കണ്ണടച്ചു. ഇയാൾ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഓരോ അടിയും ചുവട് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുകയാണ്. അപ്പം ചില സ്ഥലത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ കാല് വെക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റ് ശിഷ്യന്മാരൊക്കെ ചിരിക്കും, അയ്യോ എന്നൊക്കെ പറയും. അപ്പം ഇയാൾ വിചാരിച്ചു, അയ്യോ നമ്മൾ തലേണയുടെ പുറത്താണ് ചവിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇയാൾ കാല് പിൻവലിക്കും. ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ഒരുപാട് സമയമെടുത്ത് അവസാനം ഒരു തലേണയിലും ചവിട്ടാതെ തിരിച്ച് ഈ ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരു പറഞ്ഞു, ഇനി കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞു. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒറ്റ തലേണയില്ല. ഇയാളെ കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് തലേണയൊക്കെ എടുത്തു മാറ്റി. പക്ഷെ ഇവന്റെ മനസ്സിൽ അവിടെ തലേണകൾ ഉണ്ടാകാനാണ് വിചാരം. അപ്പൊ ഇവൻ വളരെ ശ്രദ്ധിച്ച് പതുക്കെ വാസ്തവത്തിൽ ഈ തലേണ അവിടുന്ന് എടുത്തു മാറ്റി എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ ഓടിയെത്തിയത് ആണല്ലോ. ഇതുപോലെ വസ്തുക്കൾ ഇല്ലെങ്കിലും അതവിടെ ഉണ്ടെന്നൊരു തോന്നൽ, തലേണ എടുത്തു മാറ്റിയിട്ടും തലേണയുടെ സങ്കല്പം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതി അതിൽ മോഹിച്ചു പോകുന്നതാണ് സംഘം എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. വാസ്തവത്തിൽ ഈ പ്രപഞ്ച വിഷയങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇല്ല, വെറും ഭ്രമമാണ്. പക്ഷെ നമ്മൾ ഉണ്ടെന്നാണ് കരുതുന്നത്. ഉണ്ടെന്ന് കരുതി ചിലതിനോട് സംഘബദ്ധരാകുന്നു, ചിലതിനെ വെറുക്കുകയും ചെയ്യുന്നു. രണ്ടും ഇല്ലാത്തതാണ്. നമ്മൾ ഏതിൽ സംഘം വയ്ക്കുന്നോ, ഏതിൽ വെറുപ്പ് വയ്ക്കുന്നോ, ഇത് രണ്ടും ഒരുപോലെ ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ഇഷ്ടാനിഷ്ടങ്ങൾക്ക്, പ്രിയാപ്രിയങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? വാസ്തവത്തിൽ ഇതല്ലേ മനുഷ്യ മനസ്സിനെ ദുഃഖിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് സംഘത്തിന്റെ സ്വഭാവം. വിഷ്ണുവാദി ദേവന്മാരുടെ വാഴ്വും ലഘൂകരിച്ച് അതിനപ്പുറമുള്ള അക്ഷയമായ സുഖം അടഞ്ഞിരിക്കുന്നു മഹാതുറവികൾ. ഇഹപരങ്ങളായ സുഖമെല്ലാം മായകൾ എന്നറിഞ്ഞ് അവയെ വെറുത്ത് ത്യജിച്ച് ആശാനാശമാകുന്ന മഹാപദവിയിൽ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ നിന്നില്ലാതാവും. അങ്ങേക്ക് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട എന്ന് പറയണം. എന്തെങ്കിലും അനുഭവിക്കണോ? വേണ്ട. ആരെയെങ്കിലും കാണണോ? വേണ്ട. എന്തെങ്കിലും കേൾക്കണോ? വേണ്ട. രുചിക്കണോ? മണക്കണോ? സ്പർശിക്കണോ? ഒന്നും വേണ്ട. ഇങ്ങനെ ഒരു തൃപ്തി ഉള്ളിൽ നിറഞ്ഞാൽ നമ്മൾ മരിക്കാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഈ മരിക്കാനുള്ള ഭയം, മരണഭയം അനുഭവിച്ചത് പലതും തൃപ്തിയായില്ല. അതുകൊണ്ടാണ്. എനിക്കിനി ഒന്നും ചെയ്തു തീർക്കാനില്ല, ആർക്കും ഒന്നും കൊടുക്കാനുമില്ല, ആരിൽ നിന്നും ഒന്നും കിട്ടാനുമില്ല, അനുഭവിച്ചതൊക്കെ എനിക്ക് മതിയായി എന്നൊരു തൃപ്തി വന്നാൽ എന്തിന് മരണത്തെ ഭയപ്പെടണം? ഇതിന്റെ ആവശ്യമുണ്ടോ? മരണത്തെ ഭയപ്പെടുന്നവൻ ഇവിടെ പലതും അനുഭവിച്ച് തൃപ്തി വരാത്തവനാണ്. ശരീരം പോയി പോകുമല്ലോ, ഞാൻ ഇനി എങ്ങനെ അനുഭവിക്കും? അതാണ് മരണഭയമായി ഇയാളുടെ ഉള്ളിൽ കടന്നുകൂടുന്നത്. അപ്പോൾ പരിപൂർണ നിസ്സംഗത വന്നവന് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അയാൾ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും യാത്രയാവുന്നത് എന്നല്ല, അയാൾ ഇവിടുന്ന് പോകുന്നില്ല എന്നാണ്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യം, ആകാശം പോലെ വ്യാപകമായ സത്യം എങ്ങോട്ട് പോകും? താൻ ശരീരമാണ്, മനസ്സാണ്, ഇങ്ങനെ ഉപാധികളിലുള്ള താതാത്മ്യം, അതുകൊണ്ടുണ്ടാകുന്ന പരിമിതി കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം വിട്ടുപോകണം, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും എന്നൊക്കെ തോന്നുന്നത്. താൻ അനന്തമായ സത്യമാണ് എന്ന് സാക്ഷാത്കരിക്കുന്ന നിമിഷം സകല ദുഃഖങ്ങളും സർവ പ്രശ്നങ്ങളും പമ്പകടം. ആശാനാശമാകുന്ന മഹാപദവിയിൽ ബ്രഹ്മാനന്ദം അനുഭവിക്കലാണ് മഹാജ്ഞാനികളായ സന്യാസി ശ്രേഷ്ഠന്മാരുടെ മാഹാത്മ്യമേറിയ ജീവിത ലക്ഷ്യം.
ആദ്യം നമ്മൾ വേണ്ടത് ഈ സാധനകൾ, മറ്റ് പല പദ്ധതികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, ഈ ചെയ്യുന്നവരോട് നിങ്ങളൊന്ന് ഒരു ചോദ്യം ചോദിച്ചു നോക്കും, നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്? ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പോകുന്നു, വളരെ നല്ലത്. എന്തിനാ മെഡിറ്റേറ്റ് ചെയ്യുന്നത്? പലരും പറയും മനസ്സിനൊരു ഏകാഗ്രത കിട്ടാൻ. ഏകാഗ്രത നേടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ഏകാഗ്രതയിൽ ഇരുന്നാൽ നല്ല സുഖമായിരിക്കും. അപ്പോൾ സുഖമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിനുള്ള എളുപ്പ വഴിയുണ്ടല്ലോ, സംഘത്തെ ഉപേക്ഷിക്കുക. അതെന്തേ ആരും ചെവിക്കൊള്ളാത്തത്? ഇതുപോലെ ഒരു പഴയ കഥയുണ്ട്. ഒരു ബാങ്ക് ഓഫീസർ, ബാങ്ക് മാനേജർ, ദിവസവും അയാൾ ഓഫീസിലേക്ക് പോകുന്നത് വീട്ടിനടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയാണ് പോകുന്നത്. ദിവസവും അവിടെ വന്ന് നിൽക്കും. അവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ ഒരു ഓടയുടെ അരികിൽ ഒരു കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച ഒരാൾ എന്നും ചുമ്മാ കിടക്കും. വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും അദ്ദേഹം അവിടെ തന്നെ കിടക്കും. രാവിലെ ഇവിടുന്ന് ബാങ്കിലേക്ക് പോകുമ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇദ്ദേഹത്തിന് സഹി കെട്ടു. അലസൻ, മടിയൻ, കുഴിമടിയൻ, ഒരു പണിയും ചെയ്യുന്നില്ല, എപ്പോൾ നോക്കിയാലും കിടപ്പ്, ഉറക്കം. അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, താൻ എന്താ ഏത് സമയം നോക്കിയാലും ഇങ്ങനെ ഒരു കിടപ്പാണല്ലോ? പണ്ട് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവായിട്ട് വല്ലതും ഇരുന്നതാണോ? അനന്തശയനം, അനന്തശായിയായിട്ടിരുന്നത്, എന്താ ഒരു ജോലിയും ചെയ്യാത്തത്? അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതിരിക്കട്ടെ, ഇതേ ചോദ്യം ഞാൻ അങ്ങയോട് തിരിച്ചു ചോദിക്കുന്നു, അങ്ങ് എന്തിനാ ബാങ്കിൽ പോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവിവാഹിതനാണ്. ബാങ്ക് ഉദ്യോഗം എന്ന് പറഞ്ഞാൽ നല്ല ഉദ്യോഗമാണ്, നല്ല ശമ്പളമുണ്ട്, ജീവിക്കാനുള്ള മാർഗം, ഉപജീവന മാർഗമാണ്. അപ്പോൾ നല്ല ജോലി ഉണ്ടെങ്കിൽ നല്ല ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റും, നല്ല ആലോചനകൾ വരും. ശരി, ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, കല്യാണം കഴിഞ്ഞാൽ നമ്മൾ കുടുംബം നടത്തും. കുടുംബം നടത്തുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും, കുട്ടികളും ആയിട്ട് അങ്ങനെ കഴിയും. ശരി, കുട്ടികളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, ആവശ്യത്തിന് സമ്പത്തുണ്ട്, ഇനി എന്താ? സുഖമായിരിക്കും. ഞാൻ ഇപ്പോഴേ സുഖമായിരിക്കുകയാണല്ലോ ഈ ഓടയുടെ വക്കിൽ. അയാൾ പറഞ്ഞതാണ്, താൻ ഇത്രയും ചെയ്ത് നേടാൻ ആഗ്രഹിക്കുന്ന സുഖം ഞാൻ ഇപ്പോ, ഈ നിങ്ങൾ ഇത് എത്രയോ കൊല്ലങ്ങൾ കഴിയും, എപ്പോ കല്യാണം നടക്കും, എപ്പോ കുട്ടികളുണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. താൻ ഇത്രയും വർഷം എന്തൊക്കെയോ ചെയ്ത് നേടാൻ ആഗ്രഹിക്കുന്ന സുഖം ഞാൻ ഇപ്പോഴേ ഈ ബസ് സ്റ്റോപ്പിന്റെ ഒരു മൂലയ്ക്ക് ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്നുണ്ട്, എന്നെ വെറുതെ വിട്ടുകൂടെ എന്നാണ്. ഈ നിസ്സാരമായ ഒരു കഥയാണ്, പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള തത്വം നിങ്ങൾ ആലോചിച്ച് നോക്കണം. പലതും ചെയ്ത് 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 നമ്മൾ അവസാനം നേടാൻ ആഗ്രഹിക്കുന്നത് സുഖമാണ്. ഒരു ജ്ഞാനി ആത്മസാക്ഷാത്കാരം നേടി ഏറ്റവും വലിയ സുഖമായ ബ്രഹ്മാനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അങ്ങ് എന്താ പണിക്ക് പോകാത്തത്, എന്തുകൊണ്ടാ പുസ്തകം എഴുതാത്തത് എന്നൊക്കെ ചോദിച്ചാൽ പിടിച്ച് തല്ലു കൊടുക്കേണ്ടവനെ തല്ലാണ് കൊടുക്കേണ്ടത്. നമ്മെപ്പോലെ വിചാരിക്കുന്നു നമ്മുടെ ഈ ജ്ഞാനികൾ. അതാണ് കുഴപ്പം. കർമ്മത്തിലൂടെ സുഖം കിട്ടില്ല, അഥവാ കിട്ടുന്നെങ്കിൽ അത് ക്ഷണികമായിരിക്കും. ക്ഷണികമായതൊക്കെ നശ്വരവുമായിരിക്കും. ശാശ്വതമായ സുഖം കർമാചരണത്തിലൂടെ കിട്ടില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോ, ആ ചെയ്യുന്നതുണ്ടല്ലോ, ചെയ്ത് നേടുന്നതൊക്കെ ആർട്ടിഫിഷ്യൽ, കൃത്രിമം. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ പെരിഷബിൾ എന്നാണ്. നശിക്കുന്നത്. നശിക്കുന്നതിന് മാത്രമേ മനുഷ്യന് നിർമ്മിക്കാൻ കഴിയൂ. മനുഷ്യൻ ഉണ്ടാക്കിയതൊക്കെ നശിക്കും. അപ്പൊ നശിക്കാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യനിർമ്മിതമാവില്ല. അത് ശാശ്വതമായ, പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമായ പരമസത്യമായിരിക്കും. അതിനെയാണ് നമ്മൾ ഈശ്വരൻ, ആത്മാവ് എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നുമല്ല. ന കർമ്മണാ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശോ. ത്യാഗം കൊണ്ടാണ് അമരത്വം, അമൃതത്വം കിട്ടുന്നത്. എല്ലാവർക്കും സുഖമാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഏക അഭിപ്രായമാണ്, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ ഓരോരുത്തര് ആ സുഖം നേടാൻ ഓരോരോ വഴിക്കാണ് തിരിയുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അജ്ഞന്മാരായതുകൊണ്ട്. അനശ്വരമായ സുഖമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരാൾ അലസനായിരുന്ന് അത് നേടാൻ നോക്കും, വേറൊരാൾ പണിയെടുത്ത് അത് നേടാൻ നോക്കുന്നു, വേറൊരാൾ വിവാഹം കഴിച്ച് നേടാൻ നോക്കുന്നു, വേറൊരാൾ സന്യസിച്ച് നേടാൻ നോക്കുന്നു, വേറൊരാൾ മലയുടെ മുകളിൽ കയറി നേടാൻ നോക്കുന്നു, വേറൊരാൾ ചന്ദ്രനിലോ സൂര്യനിലോ ചെന്ന് ഇറങ്ങിയാൽ കൊള്ളാം, അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിനേക്കാളും വലിയ സുഖമായിരിക്കും എന്ന് കരുതി പോകുന്നു. വാസ്തവത്തിൽ ഇവരുടെ എല്ലാം ധാരണകൾ തെറ്റാണ്. എന്തുകൊണ്ട്? സുഖം എന്തെങ്കിലും ചെയ്തു നേടേണ്ടതല്ല. പ്രവൃത്തികളൊക്കെ അസ്തമിക്കുമ്പോൾ, അതുപോലെ പ്രവൃത്തികൾക്ക് കാരണമായ സങ്കല്പങ്ങൾ
ഉപശമിക്കുമ്പോൾ എന്ത് യഥാർത്ഥത്തിലുണ്ടോ അതാണ് സുഖം. അപ്പൊ അതിനെ ചെയ്തു നേടാൻ സാധ്യമല്ല. അത് ഉള്ളതാണ്, അതിനെ തിരിച്ചറിയുക. ആ സുഖത്തിന് ഭംഗമോ വിഘ്നമോ ഉണ്ടാക്കുന്നവയെ ദൂരീകരിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാം. സുഖത്തെ സൃഷ്ടിക്കേണ്ടതില്ല, സൃഷ്ടിക്കാൻ പറ്റില്ല. സുഖത്തെ സൃഷ്ടിച്ചാൽ അത് നഷ്ടമായി പോകും. കാരണം നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ അത് നശിച്ചേ തീരൂ. അപ്പൊ യഥാർത്ഥ സുഖം ആത്മസുഖമാണ്. അത് നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അതുണ്ട്. അത് അനുഭവിക്കാൻ കഴിയാതെ പലതും നമ്മെ തടയുന്നു. പല വിഘ്നങ്ങളും ആ മാർഗത്തിലുണ്ട്. ആ വിഘ്നങ്ങളെ മാറ്റുകയാണ് സാധന കൊണ്ട് ചെയ്യുന്നത്, അല്ലാതെ ആത്മാവിനെ ഉണ്ടാക്കുകയല്ല. സുഖത്തെ സൃഷ്ടിക്കാനും സാധ്യമല്ല. സുഖം ഉള്ളതാണ്. അതിനെ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ പല തടസ്സങ്ങളും വരുന്നു. ആ തടസ്സങ്ങളെ നീക്കം ചെയ്താൽ സ്വാഭാവികമായി ആ സുഖം അനുഭവപ്പെടും. അപ്പൊ സാധനയ്ക്കൊക്കെ ഇത്രയേ ഉള്ളൂ. അതായത് എല്ലാം പരിമിതങ്ങളാണ്. പലരും ചെയ്ത് നേടിക്കളയാമെന്നാണ് വിചാരിക്കുന്നത്. ചെയ്ത് നേടാനൊന്നുമില്ല, അത് നേടപ്പെട്ട വസ്തുവാണ്. അത് അറിയപ്പെടാതിരിക്കാൻ ചില മറകളുണ്ട്. ആ മറകളെ മാറ്റുക, നീക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അടുത്ത പദ്യം വായിക്കാം. ശരിയൈ ഉടൽ വെറുത്തൽ തന്നെ അറിതൽ കിരി യോഗം കൂടാമൈ കേളാ തിരുஞானம் വേറിന്മൈ പേരിൻപം വിട്ടുതിയാ മേലീട് പേരിന്മൈ താനേ പെറൽ. 3 മാർഗങ്ങളാണ് ഈ ശൈവ സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ടുള്ളത്. എന്തൊക്കെ? ചര്യ, ക്രിയ, യോഗം. നമ്മുടെ അധ്യായങ്ങളുടെ പേര് അങ്ങനെ: ശരിയൈ കഴറ്റി, ക്രിയൈ കഴറ്റി, യോഗ കഴറ്റി. കഴറ്റുക എന്ന് പറഞ്ഞാൽ ഊരിക്കളയുക എന്നർത്ഥം. ഊരിയിടുക, വേണ്ടാന്ന് വെക്കുക. വേണ്ടാത്ത സാധനങ്ങളാണ് നമ്മൾ വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നത്. അതിനെയൊക്കെ, ആ അധ്യാരോപങ്ങളെയൊക്കെ അപവദിക്കുക മാത്രമാണ് ഈ സാധന വഴി ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നാം ആരാണ്, യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് വ്യക്തമാകും. ഈ ജ്ഞാനിക്കും ചര്യ, ക്രിയ, യോഗം ഇതൊക്കെ ഉണ്ട്. വാസ്തവത്തിൽ സന്യാസി ഈ മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ചു പോകുന്നവനാണ്. പക്ഷേ അവരും ഒരർത്ഥത്തിൽ ചര്യ, ക്രിയ, യോഗം ഒക്കെ ചെയ്യുന്നവരാണ്. എന്താണ് ഈ ചര്യ? ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. ചര്യ എന്ന് പറഞ്ഞാൽ ഈശ്വരാരാധനം, പൂജ തുടങ്ങിയവ. അതിലെന്തൊക്കെ പെടും? ഭഗവാന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതെന്ന് എങ്ങനെ തീരുമാനിക്കും? ഭാഗവതവും ഭഗവത്ഗീതയും എടുത്ത് വായിച്ചു നോക്കുക. ഏതൊക്കെയാണ് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാവും. അത് മാത്രം ചെയ്യുക, ഇഷ്ടമല്ലാത്തത് ചെയ്യാതിരിക്കുക. അല്ലാതെ എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയല്ല. ഈശ്വരൻ എന്താണോ ഇഷ്ടം ആ കാര്യങ്ങൾ ഈശ്വരൻ ഓരോരോ കൃതികളിൽ മഹർഷിമാരിലൂടെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് അനുഷ്ഠിക്കുക. അപ്പൊ ഈശ്വര സേവനമാണ്. പിന്നെ അതിനകത്ത് എന്തൊക്കെ പെടും? ക്ഷേത്ര പരിസരമൊക്കെ തൂത്ത് വൃത്തിയാക്കുക, വെള്ളം തെളിച്ച് വളരെ നീറ്റായി വെക്കുക, പൂച്ചെടികളൊക്കെ വച്ചു പിടിപ്പിക്കുക. ഇതെല്ലാം ചര്യ എന്നുള്ളതിനകത്ത് പെടും. ഇനിയുമുണ്ട്, വിളക്കിൽ എണ്ണയൊഴിച്ച് തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് വെക്കുക. അമ്പലത്തിലെ വിളക്ക്, ചുറ്റുവിളക്കുകൾ ധാരാളം ഉണ്ടാവുമല്ലോ, അതൊക്കെ കത്തിക്കുക. മെനക്കെട്ട ജോലിയാണ്. എന്നാലും ഭഗവാനോടുള്ള ഭക്തി കൊണ്ട്, ഭഗവാന്റെ ഗൃഹമാണ് ക്ഷേത്രം, അതുകൊണ്ട് അത് വൃത്തിയാകണം, പ്രകാശമയമാകണം എന്നുള്ള ഇഷ്ടം കൊണ്ട് അതൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് ചര്യ എന്നുള്ളതിൽ. ഈശ്വര ആരാധനം, ഈശ്വര സേവ എന്നാണ് അർത്ഥം. ജ്ഞാനിക്കും ചര്യയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ തൂത്ത് പറക്കി എണ്ണയൊക്കെ ഒഴിച്ച് തിരിയിടും എന്നല്ല. ജ്ഞാനിയുടെ ചര്യ ശരിയൈ ഉടൽ വെറുത്തൽ, ശരീരത്തെ ഒരു അവജ്ഞതയോടുകൂടെ തള്ളിക്കളയുക, ശരീരസുഖത്തിന് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുക. ഇതാണ് ജ്ഞാനിയുടെ ചര്യ. ശൈവ സിദ്ധാന്തത്തിലെ ചര്യയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജ്ഞാനിയുടെ ചര്യ എന്താ? ശരിയൈ ഉടൽ വെറുത്തൽ. ഇനി ക്രിയ. ക്രിയ എന്ന് പറഞ്ഞാൽ പൂജാ സമ്പ്രദായങ്ങൾ എന്നർത്ഥം. പലതരത്തിലുള്ള പൂജാവിധികളുണ്ട്. അതൊക്കെ ചെയ്യുന്നതാണ് ക്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താ? അത് നമ്മുടെ ശാസ്ത്രങ്ങളുണ്ട്, കൽപ്പശാസ്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. കൽപ്പം, ശിക്ഷാ, കൽപ്പം, വ്യാകരണം, ജ്യോതിഷം, നിരുക്തം, ഛന്ദസ്, അങ്ങനെ വേദാംഗങ്ങളിൽ ഒന്നാണ് കൽപ്പം. ആ കൽപ്പശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓരോരോ ദേവനെയും ഏതേത് മൂലമന്ത്രം കൊണ്ട് എങ്ങനെ എങ്ങനെ പൂജിക്കണം എന്നൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നതാണ് ക്രിയ. അതൊക്കെ ഈ ജ്ഞാനി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ജ്ഞാനിക്കൊരു ക്രിയയുണ്ട്. എന്താണത്?
തന്നെ അറിതൽ കിരി. കിരി എന്ന് പറഞ്ഞാൽ ക്രിയ എന്നർത്ഥം. തന്നെ അറിയുക, താൻ ആരാണെന്ന് അറിയുക, അതാണ് ജ്ഞാനി ചെയ്യുന്ന ക്രിയ. അതാണ് ഏറ്റവും വലിയ പൂജ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർ എന്താ വിചാരിക്കുന്നത്? കുട്ടയ്ക്കും വട്ടിക്കും പൂക്കൾ കൊണ്ടുവന്ന് പുഷ്പാഭിഷേകം, ബിംബത്തെ പൂ കൊണ്ട് മൂടുക, അപ്പോൾ ദൈവത്തിന് വലിയ സന്തോഷമാകുന്നു. അല്ല, അവനവൻ ഈശ്വര സ്വരൂപമാണ് എന്നറിയുന്നതാണ് ഏറ്റവും വലിയ ആരാധന. ഭഗവാൻ സന്തോഷിക്കുന്നതാണ്. എൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരുത്തൻ എന്നെ തിരിച്ചറിഞ്ഞുവല്ലോ വേണ്ട രീതിയിൽ. അതിനേക്കാളും ഭഗവാൻ വേറെ എന്ത് സന്തോഷം കിട്ടാൻ? ഒരു ജീവൻ താൻ ആത്മാവാണ്, അല്ലെങ്കിൽ ഈ കുറഞ്ഞപക്ഷം ഈശ്വരാംശമാണ് എന്നെങ്കിലും അറിയുമ്പോൾ ആ ഭഗവാന് അങ്ങേയറ്റത്തെ സന്തോഷം ഉണ്ടാവും, സംശയിക്കുകയേ വേണ്ട. അപ്പൊ അതാണ് ഈ ജ്ഞാനി ചെയ്യുന്ന ഏറ്റവും വലിയ ക്രിയ. എന്താണ്? ആത്മവിചാരത്തിലൂടെ, തത്വവിചാരത്തിലൂടെ താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കണ്ടെത്തുക. അതാണ് ജ്ഞാനിയുടെ ക്രിയ. ഇനി മൂന്നാമത്തത് എന്താ? യോഗം. നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ യോഗ. എല്ലാം നശിപ്പിച്ചേ പറയൂ. ഇംഗ്ലീഷുകാരൻ യോഗ പറയുന്നു, നിങ്ങൾക്ക് യോഗം എന്ന് പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാണ് അവനെ പോലെ യോഗ എന്ന് പറയുന്നത്? യോഗം എന്ന് വാക്കുണ്ടല്ലോ. ക്രിയായോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ജ്ഞാന യോഗം, അർജുന വിഷാദ യോഗം. 18 അധ്യായങ്ങൾ ഭഗവത്ഗീത എടുത്ത് നോക്കും. ഓരോ അധ്യായത്തിന്റെ പേരിന്റെ കൂടെ ഒരു യോഗമുണ്ട്. പക്ഷെ എന്താ അവര് പറയുന്നത് പോലെ യോഗ. എന്താ യോഗ ക്ലാസ്? ശരി, നടക്കട്ടെ, ഒന്നുമില്ലാത്തതിന് കൊള്ളാം. ഈ യോഗത്തിൽ ശൈവ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ശൈവ സിദ്ധാന്തം പിന്തുടരുന്നവർ എന്താ ചെയ്യുന്നത്? പല രീതികളിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുക, പിടിച്ചു കെട്ടുക. അതാണ് പ്രാണായാമം, ആസനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ മനസ്സിനെ പിടിച്ചു കെട്ടുക. അങ്ങനെ പ്രാണനിലൂടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത്, അതിൽ ധ്യാനവും ഒക്കെ പെടും. അതാണ് ശൈവ സിദ്ധാന്തത്തിലുള്ള മനോനിയന്ത്രണം അഥവാ യോഗം. ഇവിടെ ജ്ഞാനിക്കും യോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആസനം, പ്രാണായാമം തുടങ്ങിയവയൊക്കെ ചെയ്യും എന്നല്ല അർത്ഥം. ജ്ഞാനിയുടെ യോഗം എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഈ യോഗം എന്നുള്ള വാക്കിന്റെ അർത്ഥം ചേർച്ച എന്നാണ്. മനസ്സ് ഈശ്വരനുമായി ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് യോഗം. യുജ് എന്ന് പറഞ്ഞാൽ ടു കണക്ട്, ടു ലിങ്ക് എന്നാണ് അർത്ഥം. ആ യോഗത്തിന് ഇവിടെ നൽകുന്ന വ്യാഖ്യാനം എല്ലാ പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും വിട്ടു നിന്നാൽ യോഗമായി. കാരണം പ്രാപഞ്ചിക വിഷയങ്ങളെയൊക്കെ ഉപേക്ഷിച്ചാലേ ആത്മാവുമായി ചേർന്ന് നിൽക്കാൻ പറ്റൂ. ആത്മാവല്ലാത്ത എന്തിനെയെങ്കിലും ഉള്ളിൽ പ്രതിഷ്ഠിച്ചാൽ ഈ ആത്മാവുമായി പൂർണ്ണമായ ഒരു ചേർച്ച സാധ്യമല്ല. അതുകൊണ്ട് സർവ്വതിനെയും ഉള്ളുകൊണ്ട് ത്യജിക്കുന്നതാണ് ജ്ഞാനിയെ സംബന്ധിച്ച യോഗം. അപ്പൊ അത് ചേർച്ചയേ അല്ല, ചേർച്ച ഇല്ലായ്മയാണ്. ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് അകന്ന് അവയൊക്കെ ഉള്ളിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ജ്ഞാനിയുടെ യോഗം. യോഗം കൂടാമൈ, വേറൊന്നുമായി ചേർന്ന് നിൽക്കാതെ, പറ്റി നിൽക്കാതെ കഴിയുന്നതാണ് യോഗം. കേളാ തിരുஞாനം വേറിന്മൈ. കേളാ തിരുஞாനം വേറിന്മൈ എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ പ്രകടമാക്കാൻ കഴിയാത്തതാണ് ആത്മജ്ഞാനം. ആ ദിവ്യജ്ഞാനം വർണ്ണിക്കാൻ സാധ്യമല്ല. വർണ്ണിക്കാൻ സാധ്യമല്ലെങ്കിൽ, വർണ്ണിച്ചാലല്ലേ നമ്മൾ കേട്ട് മനസ്സിലാക്കൂ. വർണ്ണിക്കാൻ തന്നെ പറ്റിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കും? അനുഭവിച്ച് മനസ്സിലാക്കണം. അനുഭവൈക വേദ്യം, അനുഭവം കൊണ്ട് മാത്രം അറിയപ്പെടേണ്ടതാണ്. എത്ര ഗംഭീരനും ആ ആത്മാനുഭവത്തെ വാക്കുകളിലൂടെ വിവരിക്കാൻ സാധ്യമല്ല. വാക്കുകൾ പരാജയപ്പെടുന്ന ഒരു തലമാണ്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കുകൾക്കും മനസ്സിനും ഈ സത്യത്തിലേക്ക് എത്താൻ പറ്റാതെ അവ ലജ്ജിച്ച് തലതാഴ്ത്തി പിൻവാങ്ങി, തിരിച്ചു വന്നു. ഞങ്ങളെ കൊണ്ട് ഈ സത്യത്തെ കണ്ടെത്താൻ സാധ്യമല്ല. വാക്കിന് വിവരിക്കാനും സാധ്യമല്ല, മനസ്സിന് ഭാവന ചെയ്യാനും സാധ്യമല്ല. അങ്ങനെ വാക്കും മനസ്സും തോറ്റ സ്ഥലമാണ് ആത്മസ്ഥാനം. തിരുஞாനം വേറിന്മൈ. വേറിന്മൈ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നുമില്ലാത്ത സ്ഥിതി. എല്ലാം ആത്മമയം, രണ്ടാമതൊന്നില്ല, ആത്മാവിന് അന്യമായിട്ടൊന്നുമില്ല എന്നുള്ള അറിവാണ് പേരിൻപം. അതാണ് പരമാനന്ദം. ഭേദജ്ഞാനം സമ്പൂർണമായി നശിക്കുന്ന ഘട്ടത്തെയാണ് ആത്മജ്ഞാനം അല്ലെങ്കിൽ പരമാനന്ദം എന്ന് പറയുന്നത്. വിട്ടുതിയാ മേലീട്.
വിട്ട് ഉദിയാ മേലീട് എന്ന് പറഞ്ഞാൽ ആ മഹാനന്ദം പരമാനന്ദം ഉണ്ടല്ലോ നമ്മ വിട്ടകലുന്നില്ല. നമ്മളിൽ നിന്ന് അന്യമായ ഒന്ന് ആണെങ്കിൽ അത് എപ്പോഴെങ്കിലും നമ്മ വിട്ടകലും എന്നൊരു ഭയം വരും. എനിക്ക് എന്നെ വിട്ടകലാൻ പറ്റുമോ? അവനവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? ഞാനല്ലേ? ഇതാണ് ഞാൻ ആത്മാവാണ് എന്നുള്ള അറിവിൽ ആ മഹാനന്ദം ഒരിക്കലും വിട്ടുപോകാതെ ഇരിക്കുന്നു. വിട്ട് ഉദിയാ മേലീട്, ഉദിക്കാത്ത അറിവ്, ഉദിക്കാത്ത ജ്ഞാനം. അല്ല, ആത്മജ്ഞാനം ഉദിക്കുന്നു എന്നല്ലേ? അത് നേരത്തെ ഉദിച്ചു നിൽക്കുകയാണ്, നിങ്ങൾ അറിഞ്ഞില്ല. ഞാൻ കണ്ണു തുറക്കുമ്പോ രാവിലെ മണി 7, ഞാൻ സൂര്യനെ കണ്ടു. ഓ, 7 മണിക്കാണ് സൂര്യൻ ഉദിച്ചത് എന്നാരെങ്കിലും പറയുള്ളൂ. അങ്ങനെ 6 മണി 5:55 ഉദിച്ചു കഴിഞ്ഞു. താൻ എണീറ്റത് 7 മണിക്കാണ്. താൻ എണീറ്റത് സമയം വെച്ചുകൊണ്ടാണ് താൻ അപ്പോഴാണ് സൂര്യൻ ഉദിച്ചത് എന്ന് പറയുന്നു. അതുപോലെയാണ് ഈ ആത്മാവ് സദാ പ്രകാശിച്ചു നിൽക്കുന്ന സത്യമാണ്. നാം അതിനെ സാക്ഷാത്കരിക്കുമ്പോൾ അത് ഉദിച്ചു എന്ന് പറയുന്നു. വിഡ്ഢിത്തമാണ്. അത് എന്നും ഉദിച്ചു നിൽക്കുന്ന സ്ഥിതിയാണ്, അല്ലെങ്കിൽ ഉദിക്കാതെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതിരുന്നിട്ട് പൊന്തുക. ഇതില്ലാതിരിക്കുന്ന കാലമേ ഇല്ല. എന്നുകൊണ്ട് ഒന്നുകിൽ ഇത് എപ്പോഴും ഉദിച്ചു നിൽക്കുന്ന സ്ഥിതി എന്ന് പറയണം, അല്ലെങ്കിൽ ഉദിക്കാത്ത സ്ഥിതി എന്ന് പറഞ്ഞാൽ ശരിയാണ്. രണ്ട് ശരിയാണ്. നിത്യോദിത, എന്നും ഉദിച്ചു നിൽക്കുന്നവൻ, അതാണ് ഈ പരമാത്മാവ്. പേരിൻപം വിട്ടുദിയാ മേലീട്, ഉയർന്ന ഒരു തലമാണത്. മേൽ ഈട്, ഉയർന്ന സ്ഥാനമാണ്. അത് ഉദിക്കുകയുമില്ല, അസ്തമിക്കുകയുമില്ല. അത് നമ്മെ ഒരിക്കലും വിട്ടകലുകയുമില്ല. അതാണ് നമ്മുടെ സ്വരൂപം, ആത്മസ്വരൂപം. വിട്ടുദിയാ മേലീട് പേരിന്മൈ താനേ പെറൽ, ആനന്ദ അതീത നില തന്നെ നേട്ടം. ഈ ആനന്ദം അനുഭവിക്കുന്ന ഒരു തലമുണ്ട്. എന്നിട്ട് ആ ആനന്ദത്തെയും വിട്ട് കേവല ബ്രഹ്മമായി നിൽക്കുന്ന ഒരു, അതായത് അവിടെ ബ്രഹ്മാനന്ദവും അനുഭവപ്പെടുന്നില്ല, ബ്രഹ്മമായി മാറി അതുമായിട്ട് ഒന്നായി തീർന്നു. അപ്പൊ അവിടെ ആനന്ദാനുഭവവും അപ്രത്യക്ഷമായി. താൻ ആ സത്യമായി നിലകൊള്ളുന്നു. അതാണ് ഏറ്റവും ഉയർന്ന തലം. ആനന്ദാതീത നില തന്നെയാണ് മനുഷ്യൻ നേടേണ്ടത്, അതാണ് പ്രാപിക്കപ്പെടേണ്ടത് എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അതിൻ്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. മോക്ഷലാഭത്തിനായി സുഹൃതികൾ അനുഷ്ഠിക്കേണ്ട മാർഗങ്ങളാണ് ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം. ഈ ജ്ഞാനിക്ക് ആദ്യത്തെ 3 ക്രിയകളില്ല, പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ ആ 3 ക്രിയകളും ഉണ്ട്. എന്നീ ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം എന്നീ 4 വകയും അഭ്യാസികളുടെ പക്വമനുസരിച്ച് അവയെ പലതരത്തിൽ അറിഞ്ഞ് അതുപ്രകാരം അനുഷ്ഠിക്കേണ്ടതാണ്. സാധകന്മാർ, ജ്ഞാനികളുടെ കാര്യമല്ല. പ്രസ്തുത ഗ്രന്ഥം ജ്ഞാനത്തെ മാത്രം മുൻനിർത്തി ഉപദേശിക്കുന്നതാകയാൽ മുമുക്ഷുക്കളായ സാധകന്മാർ ഈ വക സമ്പ്രദായങ്ങളെ അനുഷ്ഠിക്കേണ്ട വിധമാണ് പ്രസ്തുത തിരുവെൺപായിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഒരു ജ്ഞാനിക്കും ഈ ചര്യ, ക്രിയ, യോഗം തുടങ്ങിയവയൊക്കെ ആചരിക്കാൻ പറ്റും, പക്ഷെ അതൊക്കെ ഉൾത്തലത്തിലാണ്, അകത്തൊതുങ്ങി നിൽക്കുന്നതാണ് അതൊക്കെ. ബാക്കിയുള്ളവരുടെയൊക്കെ ചര്യ, ക്രിയ, യോഗം പുറത്തെന്തെങ്കിലും എന്തിനെങ്കിലും ഒക്കെ ആശ്രയിച്ചാണ്. ദുഃഖഭാരവും മലക്കൂട്ടുമാണ് ദേഹം എന്നറിഞ്ഞ് അതിനെ തടിപ്പിക്കാനുള്ള ഉദ്യമത്തിൽ നിന്ന് പിന്മാറി ജ്ഞാനസമ്പാദനത്തിന് ഉതകും വിധം മാത്രം അതിനെ നിലനിർത്താൻ ഉദ്ദേശിച്ച് ഷഡ്രസങ്ങളിൽ ആസക്തി കൂടാതെ, ഉപ്പ്, എരിവ്, പുളിപ്പ്, കവർപ്പ്, മധുരം, 6 രസങ്ങളുണ്ടല്ലോ, അതിലൊന്നും ആസക്തി കൂടാതെ ഭക്ഷ്യം കുറച്ചു വരുന്ന അഭ്യാസമാണ്, ആഹാരത്തെ കുറച്ചു കൊണ്ടുവരുന്ന അഭ്യാസത്തെയാണ് ഇവിടെ ചര്യ എന്ന് കണക്കാക്കുന്നത്. അത് ഈ വ്യാഖ്യാതാവിൻ്റെ വ്യാഖ്യാനമാണ്. ക്രിയ എന്നത് തത്വങ്ങളുടെ പരമാർത്ഥമറിഞ്ഞ് അവ ഓരോന്നിനെയും അറിവാൽ നേതി ചെയ്ത് ഒടുവിൽ നാദതത്വാന്തമായ അരുൾ സഹായത്താൽ തന്നെ സ്വയം കണ്ടുകൊള്ളുവാൻ അനുഷ്ഠിക്കുന്ന അഭ്യാസമത്രേ. ആത്മാവിനെ കാണാനുള്ള ആ ആന്തരികമായ പ്രയത്നമാണ് ക്രിയ. മേൽക്കാണും വിധം നേതി ചെയ്ത് നീക്കിവിട്ട കരുവികളോടും, കരുവികൾ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ, അത് കുരുവിയാണെന്നൊന്നും വിചാരിക്കരുത്. തമിഴിൽ കരുവി എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങൾ എന്നാണ് അർത്ഥം. നീക്കിവിട്ട കരുവികളോടും എന്ന് പറഞ്ഞാൽ ഉപാധികളെയൊക്കെ നീക്കി അവ പറ്റുന്ന വിഷയങ്ങളോടും വീണ്ടും ചെന്നു ചേരാതെ സൂക്ഷിക്കുന്ന അഭ്യാസമാണ് യോഗം എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി വാക്കിനും മനസ്സിനും എത്തിപ്പെടാൻ കഴിയാത്ത ജ്ഞാനം എന്ത് എന്നാൽ അത് ജീവപരങ്ങളുടെ അഭേദം കാണുന്ന അവസ്ഥയാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്നുള്ള അറിവാണ്
ജ്ഞാനം, ഉദയാസ്തമയങ്ങളില്ലാതെ നിത്യപ്രകാശമായി അനുഭവമാകുന്ന മഹാനന്ദം വസ്തുതന്ത്ര മാർഗമായി സ്വയം ഉദിക്കുവാൻ ചെയ്യുന്ന ബ്രഹ്മജ്ഞാന സമാധി അഭ്യാസമാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്ന ജ്ഞാനമെന്നും അറിയേണ്ടതാകുന്നു. അങ്ങനെ പ്രത്യേകം ഒരു ക്രിയയോ കർമ്മമോ സാധനയോ ഒന്നും ജ്ഞാനി അനുഷ്ഠിക്കുന്നില്ല. അദ്ദേഹം എപ്പോഴും ആത്മാവിൽ ഉറച്ചു നിൽക്കാൻ ആന്തരമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് 7-ാം അധികാരം അല്ലെങ്കിൽ അധ്യായം അവസാനിക്കുന്നത്. അടുത്ത ആഴ്ച നമുക്ക് 8-ാം അധികാരത്തിലേക്ക് കടക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.